എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഖറഅ സൂറത്തുൽ വാഖിഅതി കുല്ല ലൈല, എല്ലാ രാത്രിയിലും ഒരാൾ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ ലം തുസിബ്ഹു ഫാഖത്തുൻ അബദാ, ഒരിക്കലും അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല എന്ന്. ലം തുസിബ്ഹു ഫാഖത്തുൻ അബദാ, ഒരിക്കലും അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മുദാവമതു ഖിറാഅതിഹാ ബിതഫക്കുരിൻ വതദബ്ബുരി ആയാതിഹാ, നിരന്തരമായി എല്ലാ ദിവസങ്ങളിലും കഴിവിന്റെ പരമാവധി അർത്ഥമാലോചിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ സൂറത്ത് ഒരാൾ പാരായണം ചെയ്താൽ തംനഉൽ ഫഖ്റ വൽ ഫാഖ, ദാരിദ്ര്യത്തെ അത് തടയുമെന്നാണ്. വതജ്ലിബുർ റിസ്ഖ, റിസ്ഖിനെ അത് വലിച്ചു കൊണ്ടുവരുമെന്നാണ്. റിസ്ഖിനെ അത് വലിച്ചു കൊണ്ടുവരുമെന്നാണ്, സമ്പത്തിനെ വലിച്ചു കൊണ്ടുവരുമെന്നാണ്. നമ്മൾക്കുണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങളെ അത് തടയുമെന്നാണ്. വതംനഉൽ ബഅസ്, അത് നമ്മുടെ പ്രയാസങ്ങളെ തടയുമെന്നാണ്. അതേപോലെ ഈ സൂറത്തുൽ വാഖിഅയ്ക്ക് അല്ലാഹു തആല വാഖിഅ എന്ന പേരാണ് നൽകുന്നത്. അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, അതിന്റെ പേര് സൂറത്തുൽ ഗിനാ, ഐശ്വര്യം എന്നർത്ഥമുള്ള, ധനം എന്നർത്ഥമുള്ള ഒരു പേര് കൂടി ഈ സൂറത്തിനുണ്ട് എന്നാണ്. മൻ ദാവമ അലാ ഖിറാഅതിഹാ ലം യുക്തബ് മിനൽ ഗാഫിലീൻ, സ്ഥിരമായി ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന ആളുകൾ അല്ലാഹു തആല അവരെ ഗാഫിലീങ്ങളിൽ ഉൾപ്പെടുത്തൂല എന്നാണ്, അശ്രദ്ധവാന്മാരിൽ ഉൾപ്പെടുത്തൂല. ഗാഫിൽ, അശ്രദ്ധവാന്മാർ, അവരിൽ ഉൾപ്പെടുത്തൂല എന്നാണ്. എന്തുകൊണ്ട്? ലിമാ ഫീഹാ മിൻ തർഹീബിൻ, ഈ സൂറത്തിൽ ഒരുപാട് ഭയപ്പെടുത്തലുകളുണ്ട്, മുന്നറിയിപ്പുകളുണ്ട്. വദിക്രിൻ ലിഅഹ്വാലിൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ ഭയാനകമായ രംഗങ്ങളുണ്ടതിൽ. വൽ ഹിസാബ്, വിചാരണ നാളിലെ ഭയാനകമായ രംഗങ്ങൾ ആ സൂറത്തിൽ പറയുന്നുണ്ട്. വൽ ഇഖാബ്, അല്ലാഹുവിന്റെ ശിക്ഷകളെ കുറിച്ചതിൽ പ്രതിപാദിക്കുന്നുണ്ട്. വൽ ഇഹ്തിദാർ, മരിക്കാൻ പോകുന്ന ഒരാളുടെ, മരണാസന്നമായ ഒരാളുടെ മരണരംഗങ്ങളെ കുറിച്ചതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ഥിരമായി അർത്ഥം മനസ്സിലാക്കി പാരായണം ചെയ്യുന്ന ഒരാൾക്ക് ഗാഫിലീങ്ങളിൽ, അശ്രദ്ധവാന്മാരിൽ, അള്ളാഹുവിനെ മറന്നവരിൽ ഉൾപ്പെടാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു പഠനം നമ്മൾ നടത്തണം, ഇതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. എന്നിട്ട് നിരന്തരമായി സൂറത്തുൽ വാഖിഅ എല്ലാ രാത്രിയിലും നമ്മൾ ഓതണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സൂറത്തുൽ വാഖിഅ, ഇദാ വഖഅത്തിൽ വാഖിഅ, ആ സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ, വാഖിഅ എന്ന് പറയുന്നത് ഖിയാമത്ത് നാളിന്റെ പേരാണ്. വാഖിഅ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ഒരു പേര് ഈ സൂറത്തിന് നൽകിയത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഖദ് ശിബ്ത, അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങളുടെ താടിരോമങ്ങൾ നരബാധിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ താടിരോമവും നിങ്ങളുടെ മുടിയും നരബാധിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് നബി തങ്ങളോട് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വരും. എല്ലാ വർഷത്തിൽ നിന്നും വിഭിന്നമായി പിരിവില്ലാത്ത വഅദാൻ ഈ വർഷം നടന്നത്, അല്ലേ? ഒരു പിരിവും നമ്മുടെ സംഘാടകർ എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും കരിമ്പ് ജ്യൂസ് പോലെ നല്ല പിരിവൊക്കെ എടുക്കാനാണ്, അല്ലേ? അങ്ങനെയല്ലേ ഉണ്ടാവാറ്. അപ്പോൾ അതുകൊണ്ട് ഇക്കൊല്ലം ഇൻഷാ അല്ലാഹ് പരിപാടിയുടെ ചെലവിനാവശ്യമായ സംഖ്യ ഈ മഹത്തായ ബക്കറ്റിൽ നിങ്ങൾ ഇട്ട് കൊടുക്കണം. മിനിമം 1000 രൂപയോ 2000 രൂപയൊക്കെ ആയി. കഴിയുന്ന ആളുകളൊക്കെ 2000 രൂപയുടെ ലാസ്റ്റ് ദിവസമാണ്. ഇനി നമ്മൾക്ക് അവസരമില്ല. ഇൻഷാ അല്ലാഹ് മറക്കണ്ട. പൈസ കുറേ കൂടുതലുള്ളത് കൊണ്ടൊന്നുമല്ല പിരിവെടുക്കാതെ വേദ നടത്തുന്നത്, ഒരു വെറൈറ്റി അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബക്കറ്റ് വരുമ്പോൾ ഇൻഷാ അല്ലാഹ് കുറക്കണ്ട. അള്ളാഹു നിഅമത്ത് നൽകിയ ആളുകൾ ആ നിഅമത്തിന് നന്ദിയായി, ശുക്രൻ, അള്ളാഹുവിനൊരു നന്ദിയായി
വല ഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരാമെന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പോൾ ശുക്രൻ, അള്ളാഹുവിനുള്ളൊരു നന്ദിയായി നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു 2000-ൻ്റെ നോട്ടുകൾ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ നിഅമത്ത് നന്നായി അള്ളാഹു നൽകിയ ആളുകൾ, ഒരു ആവറേജ് അള്ളാഹു സമ്പത്ത് നൽകിയ ആളാണെങ്കിൽ 1000 രൂപ ഇട്ട് കൊടുക്കുക. പിന്നെ അതിനേക്കാളും കാറ്റഗറി കുറഞ്ഞവരാണെങ്കിൽ 500 ഇട്ട് കൊടുക്കുക. പിന്നെ വളരെ പാവങ്ങളായി ജീവിക്കുന്ന ആളുകളാണെങ്കിൽ 100 രൂപ ഇട്ട് കൊടുക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്നതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് പകരം തരും. 2000 കൊടുത്താൽ അതിൻ്റെ ഇരട്ടി കിട്ടും, അല്ലേ? അള്ളാഹു ഒന്നിന് 10 വെച്ച് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ 2000-ന് 20,000 2 ലക്ഷമൊക്കെ കിട്ടും. അപ്പോൾ 100 കൊടുത്താൽ 1000 കിട്ടുള്ളൂ. അതുകൊണ്ട് നന്നായി കൊടുക്കുക. അള്ളാഹു തന്ന നിഅമത്ത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ വലുപ്പവും നിങ്ങളുടെ വണ്ടിയുടെ വലുപ്പവും അതേപോലെ നിങ്ങളുടെ ഷോപ്പും വരുമാനമൊക്കെ ഒന്ന് നോക്കിയാൽ അറിയും അള്ളാഹുവിൻ്റെ നിഅമത്ത്. അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞതുപോലെ കൊടുക്കുക. ആരും മോശമാക്കണ്ട. അള്ളാഹു ചെലവ് വലിയ ബാധ്യതകളില്ലാതെ നമ്മുടെ പരിപാടി പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ ഖദ് ശിബ്ത, താടിയും മുടിയൊക്കെ നരച്ചു പോയല്ലോ നബിയെ. വളരെ ചെറുപ്പത്തിൽ തന്നെ പലരുടെയും താടി മുടിയൊക്കെ നരക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലേ? ഒരു 30-20 വയസ്സാകുമ്പോൾ തന്നെ താടി മുടിയൊക്കെ നരക്കാണ്. അതിനിപ്പോൾ 60 വയസ്സാകേണ്ട ആവശ്യമൊന്നുമില്ല. സത്യത്തിൽ ഒരു 30 വയസ്സുള്ള ആളുകളുടേത് ഒരുപാട് നരബാധിച്ച് വെളുത്തിട്ടുണ്ടാകും. എന്നാൽ 60 വയസ്സ് കഴിഞ്ഞ് 70-80 ആയാലും അവരുടെ താടി മുടിയും തീരെ നിരക്കാതെ നല്ല ഉഷാറിൽ നല്ല ആരോഗ്യത്തോടെയും കാണാറുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. ചെറുപ്പക്കാരുടെ മുടി നരച്ചിട്ടുണ്ട്, വയസ്സന്മാരുടെ മുടിയൊക്കെ കറുത്ത് നിൽക്കുകയാണ്. വയസ്സന്മാരൊക്കെ വീണ്ടും യുവത്വത്തിലേക്ക് പോകുന്നത് പോലെ. ഇപ്പം ഇത്ര പ്രായമായി എന്ന് ഒരാൾ അറിയില്ല, കണ്ടാൽ അറിയില്ല. ഒരു മനുഷ്യന് ഇത്ര പ്രായമായി എന്ന് കണ്ടാൽ അറിയില്ല. കാണുമ്പോൾ ഒരു 40 വയസ്സൊക്കെ തോന്നും. പിന്നെ സംസാരിച്ചിട്ട് മക്കളൊക്കെ കാണുമ്പോഴാണ് ഇയാൾക്കൊരു 65 വയസ്സായി എന്ന് തിരിയുക. ആ ഒരു രീതിയിൽ നല്ല ചുള്ളന്മാരായിട്ട് നടക്കാണ് എല്ലാവരും. മാഷാ അല്ലാഹ്, ചുള്ളന്മാരായിട്ട് നടന്നോളൂ. അള്ളാഹു അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഹറാമാക്കിയത് ദയവ് ചെയ്ത് ആരും ചെയ്യരുത്. ഹറാമായത് ചെയ്യരുത്. ഹറാമായത് ചെയ്യാതെ ഹലാലായത് ചെയ്തിട്ട് കഴിവിൻ്റെ പരമാവധി ചുള്ളന്മാരായി നടന്നോളൂ. ഒരു കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ്. അപ്പൊ ഖദ് ശിബ്ത, നിങ്ങളുടെ താടിയും മുടിയൊക്കെ നരച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ നബിയെ, എന്തു പറ്റി എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ശയ്യബത്നി ഹൂദുൻ, പരിശുദ്ധമായ സൂറത്തുൽ ഹൂദ് പാരായണം ചെയ്തപ്പോഴാണ് എൻ്റെ താടിരോമങ്ങളും എൻ്റെ മുടിയും നരബാധിക്കാൻ തുടങ്ങിയത്. സൂറത്തുൽ ഹൂദ്, അതിലെ അദാബുകൾ, അള്ളാഹുവിൻ്റെ ശിക്ഷകളെ കുറിച്ച് പറയുന്ന ആയത്തുകൾ, മഹ്ശറാലോകത്തെ പാരത്രിക ലോകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ ഓതിയപ്പോഴാണ് പേടിച്ചുകൊണ്ട് എൻ്റെ മുടികൾ നരബാധിച്ചു തുടങ്ങിയത്. അതേപോലെ പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്തിട്ടാണ് എൻ്റെ താടിരോമങ്ങൾക്ക് നരബാധിക്കാൻ തുടങ്ങിയത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. വൽ മുർസലാത്ത്, സൂറത്തുൽ മുർസലാത്ത് പാരായണം ചെയ്തു. വഅമ്മ യതസാഅലൂൻ, സൂറത്തുൻ നബ. അതേപോലെ വഇദശംസു കുവ്വിറത്, ഈ സൂറത്ത്, ഈ 5 സൂറത്തുകളാണ് എൻ്റെ താടിയും മുടിയും നരബാധിക്കാൻ കാരണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഓതേണ്ടതുപോലെ ഒരാൾ ഓതിയാൽ, പാരായണം ചെയ്യേണ്ടതുപോലെ ഒരാൾ പാരായണം ചെയ്താൽ, അർത്ഥം ആലോചിച്ചുകൊണ്ട് പാരായണം ചെയ്താൽ ഒരാൾക്കൊരായത്ത് കഴിഞ്ഞ് മുന്നോട്ട് പോവാൻ കഴിയുകയില്ല. അള്ളാഹുവിൻ്റെ നരകത്തിന്റെ ഭയാനകമായ ശിക്ഷകളെ പ്രതിപാദിക്കുന്ന ആയത്തുകൾ അർത്ഥം ആലോചിച്ചുകൊണ്ട് ഒരാൾ ഓതിയാൽ അയാൾക്ക് ആ ആയത്ത് മറികടന്ന് മറ്റൊരായത്തിലേക്ക് മറികടക്കാൻ, മുന്നോട്ട് പോവാൻ അവർക്ക് സാധിക്കുകയില്ല. മഹാന്മാരായ താബീങ്ങളുടെ, സ്വഹാബാക്കളുടെ, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ എണ്ണിയാൽ തീരാത്ത, പറഞ്ഞാൽ തീരാത്ത ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മൾക്ക് പങ്കുവെക്കാൻ കഴിയും. സുപരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തോതിയതാണ്. നിസ്കാരത്തിൽ ബോധം കെട്ട് നിലത്തുവീണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്ത് യൂസുഫ് പാരായണം ചെയ്യാറുണ്ടായിരുന്നു സുബഹി നിസ്കാരത്തിൽ. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ പാരായണത്തിൽ കരയുന്ന ശബ്ദം, വിറക്കുന്ന ശബ്ദം പിൻഭാഗത്തുള്ള മഅ്മൂമീങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു, അനുഭവിക്കാറുണ്ടായിരുന്നു എന്നാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കേട്ട് മരിച്ചുപോയ സ്വഹാബാക്കളുണ്ട്, താബിഈങ്ങളുണ്ട്. മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് അർത്ഥമറിഞ്ഞുകൊണ്ട് ഓതേണ്ട രീതിയിൽ നമ്മൾ ഈ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്താൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകുമെന്നതിൽ സംശയമേ ഇല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ താടിയും മുടിയും നരബാധിക്കാനുള്ള കാരണം സൂറത്തുൽ വാഖിയ പാരായണം ചെയ്തതാണ് എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹി നിസ്കാരങ്ങളിൽ നിരന്തരമായി സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. സുബഹി നിസ്കാരങ്ങളിൽ നിരന്തരമായി സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. മഹാന്മാര് പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകളിൽ സൂറത്തുൽ വാഖിയ മാത്രമേ അല്ലാഹു ഇറക്കിയുള്ളൂ. മറ്റുള്ള 113 സൂറത്തും അല്ലാഹു ഇറക്കിയില്ല. ആകെ ഖുർആനിൽ ഇറക്കിയത് സൂറത്തുൽ വാഖിയയാണ്. എങ്കിൽ അത് മതിയായിരുന്നു. ലക്കാനത്ത് കാഫിയ. 113 സൂറത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. എല്ലാം ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ദുനിയാവും ആഖിറവും ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ജനനവും മരണവും ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഖബറും മഹ്ശറയും ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. സമ്പത്തും പരീക്ഷണങ്ങളും ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ആകെ ഒരു സൂറത്തെ അല്ലാഹു ഇറക്കിയിട്ടുള്ളൂ. അത് വാഖിയയാണെങ്കിൽ അത് മതിയായിരുന്നു. 113 സൂറത്ത് ഇല്ലെങ്കിലും പ്രശ്നമില്ലായിരുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇതിൽ വളരെ പ്രധാനമായി അല്ലാഹു തആല 3 വിഭാഗമാക്കി ആളുകളെ തിരിക്കുന്നുണ്ട്. സൂറത്തുൽ വാഖിയയിൽ 3 വിഭാഗങ്ങളാക്കി അല്ലാഹു ആളുകളെ തിരിക്കുന്നുണ്ട്. ഇദാ വഖഅത്തിൽ വാഖിയ, ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആളുകൾ 3 വിഭാഗമാണ്. ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആളുകൾ 3 വിഭാഗമായിരിക്കുമെന്നാണ്. അതിലൊന്ന് സാബിഖൂൻ, അല്ലാഹുവിലേക്ക് മുൻകടക്കുന്ന ആളുകളാണവർ. നന്മയുടെ വിഷയത്തിൽ മത്സരിക്കുന്ന ആളുകളാണവർ. അയാൾ 100 കൊടുത്താൽ ഞാൻ 1000 കൊടുക്കുമെന്ന്, അയാൾ 10,000 കൊടുത്താൽ ഞാൻ 1,00,000 നൽകുമെന്ന്, അയാൾ 1 ജുസ് ഓതിയാൽ ഞാൻ 2 ജുസ് ഓതുമെന്ന്. അതേപോലെ ദീനിയായ വിഷയങ്ങളിൽ മത്സരിക്കുന്നവരാണവർ. ബാങ്ക് വിളിക്കുന്നതിനു മുമ്പേ പള്ളിയിലേക്ക് ഓടിപ്പോകുന്നവരാണവർ. മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ ഒന്നുപോലും ഒഴിവാക്കാത്തവരാണവർ. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരാണവർ. ദിക്റിലൂടെ സ്വലാത്തിലൂടെ ജീവിതത്തിന്റെ വിലപ്പെട്ട സമയങ്ങൾ ചെലവഴിക്കുന്നവരാണവർ. 3 വിഭാഗമാണ്. ഒന്നാമത്തേത് അസ്സാബിഖൂൻ, അല്ലാഹുവിലേക്ക് മുൻകടക്കുന്ന അല്ലാഹുവിന്റെ സ്വന്തക്കാരായ ആളുകൾ. രണ്ടാമത്തേത് വസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാരായ ആളുകൾ. മൂന്നാമത്തേത് വസ്ഹാബുശ് ശിമാൽ, ഇടതുപക്ഷക്കാരായ ആളുകൾ. UDF-ഉം LDF-ഉം. അസ്ഹാബുൽ യമീൻ UDF വലതുപക്ഷം, അസ്ഹാബുശ് ശിമാൽ LDF ഇടതുപക്ഷം. അങ്ങനല്ല, UDF-ഉം LDF-ഉം അല്ലേ ഇത്? ഇലക്ഷൻ വരികയാണല്ലോ. അപ്പൊ അതല്ല. അസ്ഹാബുൽ യമീൻ, വലതുപക്ഷവും ഇടതുപക്ഷവും ഉണ്ടവിടെ. അതേപോലെ അള്ളാഹുവിന്റെ സ്വന്തക്കാരായ ആളുകളുണ്ട്. ഇത് ഖിയാമത്ത് നാൾ കഴിഞ്ഞാൽ. പിന്നെ അള്ളാഹു പറയുന്നുണ്ട്, ജനങ്ങൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് 3 രീതിയിലാണ് മരിക്കുക. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ജനങ്ങൾ 3 രീതിയിലാണ് മരിക്കുന്നത്. ഒന്ന് മുഖറബൂൻ, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായ അള്ളാഹുവിന്റെ സ്വന്തക്കാരായ ആളുകൾ. അവരുടെ മരണം എങ്ങനെ? വഅസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാരായ ആളുകൾ. അവരുടെ മരണം എങ്ങനെ? പിന്നെയോ മുകദ്ദബൂൻ അല്ലാലൂൻ, ചമ്മാടികളായ ആളുകളുണ്ട്. അവരുടെ മരണം എങ്ങനെ? ഇങ്ങനെ അല്ലാഹു തആല 3 വിഭാഗം ആളുകളുടെ മരണത്തെയും ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ മനുഷ്യന്റെ ജനനം, അല്ലാഹു റിസ്ക് നൽകുന്നത്, അല്ലാഹു വെള്ളം നൽകുന്നത്, അല്ലാഹു ജനങ്ങൾക്ക് തീയിനെ നൽകിയത്, ഇതെല്ലാം വളരെ വ്യക്തമായി അല്ലാഹു പ്രതിപാദിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ,
അതുകൊണ്ടാണ് ഈ സൂറത്ത് മാത്രം അല്ലാഹു ഇറക്കിയിരുന്നുവെങ്കിൽ അത് തന്നെ മതിയായിരുന്നു എന്ന് മഹാന്മാര് പറയാനുള്ള കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം വളരെ ചുരുങ്ങിയ നിസ്കാരമായിരുന്നു നിസ്കരിച്ചിരുന്നത്. എന്നാൽ വരെ പരിശുദ്ധമായ സൂറത്തുൽ വാഖിയ ഓതാൻ നബി തങ്ങൾ സമയം കണ്ടെത്താറുണ്ടായിരുന്നു എന്നാണ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്ത്രീകളെ വിളിച്ചുകൊണ്ട് സ്ത്രീകളോട് പറഞ്ഞു, അന്നഹാ ഖാലത്ത് ലിന്നിസാ, സ്ത്രീകളെ, ആയിഷ ബീവിയാണ് പറയുന്നത്, ആയിഷ ബീവിയാണ് നിങ്ങളെ വിളിക്കുന്നത്. ലാ തഅജസ് ഇഹ്ദാകുന്ന അൻ തഖറഅ സൂറത്തുൽ വാഖിയ, ഓ സ്ത്രീകളെ, നിങ്ങളിൽപ്പെട്ട ഒരാളും സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യാൻ മടി കാണിക്കരുതേ, അലസത കാണിക്കരുതേ, മടിയന്മാരായി കിടന്നുറങ്ങരുതേ. ഇന്ന് രാത്രി വാല് കഴിഞ്ഞ് തിരിച്ചുപോയാൽ ഒരു 11:30 മണിക്ക് വീട്ടിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കിടന്നുറങ്ങുന്നതിനു മുമ്പ് വുളൂ ചെയ്ത് നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് കടന്നു വന്നാൽ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ പരിശുദ്ധമായ മുസ്ഹഫ് എടുത്തുകൊണ്ട് സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യാതെ ഒരു കാരണവശാലും നിങ്ങൾ കിടന്നുറങ്ങരുതേ എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. സ്ത്രീകളെ നിങ്ങളെ പ്രത്യേകം വിളിക്കുകയാണ്. ആരാണ്? നിങ്ങളുടെ ഉമ്മ. നിങ്ങളുടെ ഉമ്മ മക്കളോട് വളരെ സ്നേഹത്തോടെ പറയാം. ഉമ്മ മക്കളോട് വളരെ സ്നേഹത്തോടെ പറയാം. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മാതാവായ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലാ തഅജസ് ഇഹ്ദാകുന്ന അൻ തഖറഅ സൂറത്തുൽ വാഖിയ, സ്ത്രീകളെ, ഒരിക്കലും സൂറത്തുൽ വാഖിയ ഓതാതെ നിങ്ങൾ കിടന്നുറങ്ങരുതേ, മടി കാണിക്കരുതേ, അലസന്മാരായി നിങ്ങൾ മാറരുത് എന്ന്. അതേപോലെ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് പ്രത്യേകമായി പറഞ്ഞൊരു ഹദീസുണ്ട്. നിങ്ങളെയാണ് ഞാൻ നരകത്തിൽ ഒരുപാട് കണ്ടുപോയത്, അതുകൊണ്ട് അക്സിർന മിനൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ ഒരുപാട് ഇസ്തിഗ്ഫാർ ചൊല്ലണം, ഒരുപാട് സ്വദഖ ചെയ്യണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്ത്രീകൾക്ക് പ്രത്യേകമായ ഹദീസാണ്. യാ മഅശറൻ നിസാ, ഓ സ്ത്രീകളുടെ കൂട്ടമേ, നിങ്ങളെയാണ് ഞാൻ നരകത്തിൽ ഒരുപാട് കണ്ടത്. നരകത്തിൽ ബഹുഭൂരിഭാഗം ആളുകളും നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ നന്നായി സ്വദഖ ചെയ്യണം, നന്നായി ഇസ്തിഗ്ഫാർ ചൊല്ലണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. കഴിവിന്റെ പരമാവധി സ്വദഖ ചെയ്യുക. ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സ്ത്രീകളാണ് വളരെ ആവേശത്തോടെ പല സംഖ്യകളും നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് സ്വദഖ ചെയ്തത്. ഇന്ന് ഔദ്യോഗികമായൊരു പിരിവില്ലെങ്കിലും ചോദിക്കാതെ തന്നെ കൊടുക്കുന്നത് നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ വെച്ച് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാവുന്നതാണ്. സ്വർണങ്ങളായാലും സാമ്പത്തികമായി നിങ്ങൾക്ക് കഴിയുന്ന സംഖ്യകളായാലും നിങ്ങളുടെ ഹലാലായ ഉദ്ദേശം വെച്ച് നമ്മുടെ സ്വന്തം സ്ഥാപനമായ ഈ അമാനിയ കോളേജിന് വേണ്ടി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കഴിയുന്നത് കൊടുക്കാവുന്നതാണ്. മുഅ്മിനീങ്ങളെ, തസദ്ദഖ്ന, നന്നായി സ്വദഖ ചെയ്യണം. വഅക്സിർനൽ ഇസ്തിഗ്ഫാർ, നന്നായി ഇസ്തിഗ്ഫാർ ചൊല്ലണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹാനായ മസ്റൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാൾക്ക് മുൻകഴിഞ്ഞുപോയ സമുദായത്തിന്റെ കഥകൾ അറിയണമെങ്കിൽ, ശേഷം വരാനിരിക്കുന്ന സമുദായത്തിന്റെ സംഭവങ്ങൾ അറിയണമെങ്കിൽ, സ്വർഗക്കാരുടെ അവസ്ഥ അറിയണമെങ്കിൽ, നരകക്കാരുടെ ഭയാനകത അറിയണമെങ്കിൽ, ദുനിയാവിന്റെ സുഖങ്ങൾ അറിയണമെങ്കിൽ, ആഖിറത്തിലെ വിവരങ്ങൾ അറിയണമെങ്കിൽ ഫല്യഖറഅ സൂറത്തുൽ വാഖിയ, അവർ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യട്ടെ എന്ന് മഹാനായ മസ്റൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. സൂറത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇദാ വഖഅത്തിൽ വാഖിയ, ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ, ലൈസ ലിവഖഅതിഹാ കാദിബ, ആ ഖിയാമത്ത് നാളിനെ നിഷേധിക്കുന്നവർ അന്നുണ്ടാവൂല. ഖിയാമത്ത് നാളിനെ തള്ളിക്കളയുന്നവർ അന്നുണ്ടാവൂല. ഒരാൾക്കും തള്ളിക്കളയാൻ കഴിയില്ല. ഇന്ന് ചില യുക്തിവാദികളും ചില നിരീശ്വരവാദികളുമൊക്കെ നിരന്തരമായി ഇസ്ലാമിന്റെ ആശയങ്ങളെ തള്ളിപ്പറയാറുണ്ട്. ദജ്ജാലിന്റെ ആഗമനം നിഷേധിക്കുന്നവരുണ്ട്. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നതിനെ തള്ളിക്കളയുന്നവരുണ്ട്. ദാബത്തുൽ അർള് കടന്നു വരുന്നതിനെ നിരസിക്കുന്നവരുണ്ട്. ലോകാവസാനം എന്ന് പറയുന്ന സംഭവം ഇല്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഇതൊക്കെ കടന്നു വന്നാൽ
ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ. മുമ്പ് വിശ്വസിച്ച ആളുകളുടെ ഈമാനല്ലാതെ ഒരാളുടെ ഈമാനും ഉപകരിക്കൂല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അഥവാ ദജ്ജാൽ കടന്നു വന്നതിന് ശേഷം ഒരാൾ മുസ്ലിം ആവണമെന്ന് പറഞ്ഞ് കടന്നു വന്നാൽ അയാളുടെ ഇസ്ലാം അല്ലാഹു സ്വീകരിക്കൂല എന്നാണ്. സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിച്ച ശേഷം ഒരാൾ ഞാൻ മുസ്ലിം ആകുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ ഇസ്ലാം അല്ലാഹു സ്വീകരിക്കൂല എന്നാണ്. ദാബത്തുൽ അർള് കടന്നു വന്ന ശേഷം ഞാൻ മുസ്ലിം ആവുകയാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവരുടെ ഇസ്ലാം അല്ലാഹു സ്വീകരിക്കൂല എന്നാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പൊ ദജ്ജാൽ വന്നു എന്ന് സങ്കല്പിക്കാം. ഇന്ന് രാത്രി ദജ്ജാൽ വന്നാൽ നാളത്തെ നമ്മുടെ ചാനലുകളും നമ്മുടെ പത്രങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ദജ്ജാലിന്റെ ആഗമനത്തെ പത്രങ്ങളിലും ചാനലുകളിലും ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ഇല്ലേ? ചെയ്യില്ലേ? ദജ്ജാൽ എന്തിന്? ഷാർജയിൽ നിന്ന് ഷേഖ് വന്ന എല്ലാ പത്രങ്ങളും കൊടുക്കുന്നില്ലേ? പിന്നല്ലേ ദജ്ജാൽ, അല്ലേ? അപ്പോൾ ദജ്ജാൽ വന്ന സ്വാഭാവികമായി ബ്രേക്കിംഗ് ന്യൂസുകളായി ചാനലുകളൊക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യും. സ്വാഭാവികമായി ദജ്ജാൽ വന്നു എന്ന വാർത്ത കേട്ടാൽ കൂട്ടം കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരും. നോ ഡൗട്ട്, അതിലൊരു ഡൗട്ടുമില്ല. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിച്ചു എന്നൊരു വാർത്ത ചാനലുകളിൽ വരികയോ നമ്മൾ അനുഭവിക്കുകയോ ചെയ്താൽ എല്ലാ കുഞ്ഞുമോനും ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടായിട്ട് കടന്നു വരും. കാരണം ഇതുവരെ അവർ അത് നിഷേധിക്കുകയായിരുന്നു, അതൊക്കെ പച്ച നുണയാണ് എന്ന് പറയുകയായിരുന്നു. ഇതിവർക്ക് നേരിൽ കാണുകയാണ്. അപ്പം മനസ്സിലാകും ഇസ്ലാം സത്യമാണെന്ന്. ഇനി ഇസ്ലാമിൽ വിശ്വസിക്കാതെ രക്ഷയില്ല എന്ന്. പക്ഷേ ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ. മുമ്പ് വിശ്വാസികളായ ആളുകളുടെ ഈമാനല്ലാതെ ഒരാളുടെ ഈമാനും അല്ലാഹു സ്വീകരിക്കൂല എന്ന് പരിശുദ്ധ ഖുർആൻ. ഇനി മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില ആളുകൾ തന്നെയുണ്ട്, ചില നിരീശ്വരവാദികളായ മുസ്ലിം നാമധാരികൾ, അല്ലെങ്കിൽ തെമ്മാടികളായ മുസ്ലിമീങ്ങളിൽ ഉണ്ടാവില്ല, തെമ്മാടിത്തരം കാണിച്ച് ജീവിച്ചവർ. ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് തോന്നുന്നു തൗബ ചെയ്ത് മടങ്ങാം. നോ ചാൻസ്, അവരുടെ തൗബയും അല്ലാഹു സ്വീകരിക്കൂല. എന്നാൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ആളുകൾ, അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ച ആളുകൾ, അവർക്ക് ഇത്തരം ദജ്ജാലിന്റെ ആഗമനം, ദാബത്തുൽ അർള് കടന്നു വരുന്നത്, സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിക്കുന്നത് കണ്ടാൽ അവർക്ക് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അവസരമുണ്ട്. അള്ളാഹുവിനെ ധിക്കരിക്കാതെ, അള്ളാഹുവിനെ വെല്ലുവിളിക്കാതെ, അള്ളാഹുവിനോടുള്ള ബഹുമാനത്തോടുകൂടി അനുസരണയോടുകൂടി ജീവിച്ച ആളുകൾക്ക് ഇതൊക്കെ കണ്ടാൽ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള അവസരമുണ്ട്. എന്നാൽ അവിശ്വാസികളായ ആളുകൾക്കില്ല, ചമ്മാടികളായി അള്ളാഹുവിനെ വെല്ലുവിളിച്ച ആളുകൾക്കുമില്ല. അള്ളാഹു പറയുന്നത് അതാണ്, ലൈസ ലിവഖഅതിഹാ കാദിബ. ഈ ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും അതിനെ നിഷേധിക്കാൻ കഴിയുകയില്ല. സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ഇല്ല എന്ന് പറയാൻ കഴിയുമോ? ഇപ്പൊ കുറെ ആളുകൾ വലിയ വലിയ വെല്ലുവിളികൾ നടക്കുന്നുണ്ട്. 20 സീറ്റും ഞങ്ങൾ നേടും അങ്ങനെ പറയുന്നില്ലേ? എന്നാൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്തൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവരെ മോത്തേക്ക് തള്ളി കൊടുക്കണം ഇലക്ഷൻ കഴിഞ്ഞാൽ. എങ്ങനെ പച്ചന്നോ? ഈ രാഷ്ട്രീയക്കാർക്കല്ലാതെ വേറെ ആർക്കും ഇങ്ങനെ പച്ചന്നോണ പറയാൻ കഴിയില്ല. രാഷ്ട്രീയക്കാരനാവാനുള്ള ഏറ്റവും വലിയ യോഗ്യത പച്ചക്കള്ളം പറയാൻ കഴിയണം എന്നുള്ളത് തന്നെയാണ്. അതന്നെയാണ് പച്ച കള്ളം പറയും. ഇന്നലെ പറഞ്ഞതല്ല നാളെ പറയാം. ഇന്നലെ പറഞ്ഞു ഇന്നാലും നാളെ വരും, പിറ്റേ സൈഡ് പറയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ കാണുന്നില്ലേ? ചാനലുകാർ കാണുന്നില്ല? ഇതൊക്കെ ജനങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരനാവാൻ വേണ്ടി, എല്ലാ രാഷ്ട്രീയക്കാരെ കുറിച്ചല്ല, എന്ന ബഹുഭൂരിഭാഗം ഇങ്ങനെ തന്നെയാണ്. പച്ച നുണ പറയാൻ ഒരു മടിയില്ലാതെ, ഒരു ഉടുപ്പില്ലാത്ത ആളുകളാവണം. നിരന്തരമായി പച്ച നുണ പറയാം. ഇലക്ഷൻ വരുമ്പോൾ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ്. 15 ലക്ഷം അക്കൗണ്ടിൽ വരുമെന്ന് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. 15 ലക്ഷം പോയിട്ട് 15 രൂപ ഇതുവരെ തന്നിട്ടില്ല. ഉള്ള പൈസയും കൂടി അടിച്ചു മാറ്റിയാണ് നമ്മുടെ SBI അക്കൗണ്ടൊക്കെ. അപ്പം ഇങ്ങനെ പച്ച വാഗ്ദാനങ്ങൾ പറയുമ്പോഴേക്കും വോട്ട് കുത്താൻ ചില ആളുകൾ 2000-ന്റെ നോട്ട് നീട്ടിക്കൊടുത്താൽ വോട്ടിടുക. പിന്നെ ഇങ്ങോട്ട് 15,000 തിരിച്ചു വിളിക്കുന്നത് അവർക്കറിയുന്നില്ല. ജീവിതത്തിൻ്റെ സുഖങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി സ്വസ്ഥമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഹനിക്കപ്പെടുന്ന ഈ കാലത്ത് ഈ 2000-ന്റെ നോട്ടിന് വേണ്ടിയിട്ട് എന്തിനാ ഇങ്ങനെ വോട്ട് കുത്തി കൊടുക്കുന്നതെന്ന് അറിയില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെ നമ്മൾക്ക് വികസനങ്ങളെക്കാളൊക്കെ വലുത് സ്വന്തമായി സ്വസ്ഥമായി സ്വാതന്ത്ര്യമായി ജീവിക്കാനുള്ള, നിർഭയത്തോടെ ജീവിക്കാനുള്ള അവകാശമാണ്. വികസനമൊക്കെ പോട്ടെ,
നിർഭയത്തോടെ ജീവിക്കാനല്ലേ ആദ്യം ഒരു നേതാവിൻ്റെ കടമ, ഒരു ഭരണകൂടത്തിൻ്റെ ഒന്നാമത്തെ പ്രഥമ ബാധ്യത എന്ന് പറയുന്നത് ജീവിക്കുന്ന ഓരോ പൗരനും സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. പുറത്തിറങ്ങാൻ പേടി, ഭക്ഷണം കഴിക്കാൻ പേടി, വസ്ത്രം ധരിക്കാൻ പേടി, താടി വെക്കാൻ പേടി, ഹിജാബ് ധരിക്കാൻ പേടി, ഈ അവസ്ഥ മാറി ഏത് മതക്കാർക്കും അവരവരിൽ വിശ്വസിക്കുന്ന മതത്തിൽ അടിയുറച്ചു നിന്ന് വളരെ സുന്ദരമായി ജീവിക്കാനുള്ള, നിർഭയത്വത്തോടുകൂടി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഓരോ ഭരണകൂടവും അതിൻ്റെ പ്രജകൾക്ക്, അതിൻ്റെ പൗരന്മാർക്ക് നൽകേണ്ടത്. അതല്ലേ നൽകേണ്ടത്? അതാണ് ഇന്ന് എവിടെയാ ഒന്ന് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുക? രാത്രി വണ്ടിയിലൂടെ യാത്ര ചെയ്യാൻ പേടിയാ അല്ലേ? വേലൊക്കെ കഴിഞ്ഞ് രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ സത്യത്തിൽ പോകാൻ പേടിയാ. പിന്നെ പടച്ചോണ് തവക്കുലാക്കിയിട്ട് പോവാണ്. എന്തെങ്കിലും ചെയ്ത വലിയൊരു മരം എടുത്തിട്ട് വണ്ടിയുടെ റോഡിൻ്റെ മധ്യത്തിലിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അള്ളാഹു കാക്കട്ടെ. ഞങ്ങളൊക്കെ ദുആ ചെയ്യുക. അത്ര തന്നെ. ഇലക്ഷനൊക്കെ വരികയാണ്. അപ്പോൾ മാന്യമായ വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇദാ വഖഅത്തിൽ വാഖിയ, ആ സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ നിഷേധിക്കാൻ, തള്ളിക്കളയാൻ ഒരാൾക്കും കഴിയില്ല. ലൈസ ലിവഖഅതിഹാ കാദിബ, ഇതിനെ തള്ളിക്കളയാൻ, ഇതിനെ നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഖാഫിലത്തുർ റാഫിയ, അന്ന് ചില ആളുകൾ ഉയരുകയും ചില ആളുകൾ താഴ്ന്നു പോവുകയും ചെയ്യുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ചില ആളുകൾ ഉയരുകയും ചില ആളുകൾ താഴ്ന്നു പോവുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഇന്ന് ദുനിയാവിൽ ഒരുപാട് സ്ഥാനമാനങ്ങളുള്ളവർ അധികാരത്തിൻ്റെ അഹങ്കാരം കൊണ്ട്, അതുപോലെ സാമ്പത്തികമായ പളപളപ്പിന്റെ അഹങ്കാരം കൊണ്ട് ധിക്കാരത്തോടെ ജീവിച്ച ആളുകൾ, അള്ളാഹുവിനെ മറന്ന് ജീവിച്ച ആളുകൾ നാളെ ഖിയാമത്ത് നാളിൽ കീടങ്ങളെക്കാളും നിന്ദ്യരായിരിക്കുമെന്നാണ് പറഞ്ഞത്. അവർ കീടങ്ങളായിരിക്കും, അവരെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് ജനങ്ങൾ നടന്നു പോവുക എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ഒന്നുമല്ലാതെ പാവങ്ങളായി ജീവിച്ചവർ, തഖ്വയോടെ ജീവിച്ചവർ, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ആളുകൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ പദവി ഉയർത്തുമെന്നും പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് മുഅ്മിനീങ്ങളെ. അപ്പൊ ഇവിടെ ഒരൽപ്പം താഴ്ന്നു പോയാലും നാളെ പാരത്രിക ലോകത്ത് ഉയരാൻ, ഉന്നതങ്ങളിലെത്താൻ, സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കാനാണ് നമ്മൾ ഓരോ ആളുകളും ശ്രമിക്കേണ്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ, ഭൂമി കിടുകിടാ വിറച്ചു കഴിഞ്ഞാൽ, വബുസ്സത്തിൽ ജിബാലു ബസ്സാ, ഭൂമി അല്ലാഹു തആല ഈ പർവ്വതങ്ങളെ തകർന്ന് തരിപ്പണമാക്കിയാൽ, ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ, ഭൂമിയെ അല്ലാഹു കിടുകിടാ വിറപ്പിച്ചു കളഞ്ഞാൽ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിന്റെ അവസാനത്തെ പ്രകമ്പനം കൊണ്ടുകഴിഞ്ഞാൽ, വബുസ്സത്തിൽ ജിബാലു ബസ്സാ, പർവ്വതങ്ങളെ അല്ലാഹു തആല പൊടിപടലങ്ങളാക്കി, ധൂളികളാക്കി അല്ലാഹു വലിച്ചെറിഞ്ഞാൽ, ഫകാനത ഹബാഅം മുംബസ്സാ, പർവ്വതങ്ങൾ പറന്നു കളിക്കുന്ന പൊടിപടലങ്ങളെ പോലെയായിരിക്കും അന്ന് ഖിയാമത്ത് നാളിന്റെ ദിവസം. എന്തുകൊണ്ടാണ് പർവ്വതങ്ങളെ കുറിച്ച് അല്ലാഹു പറയാനുള്ള കാരണം? എന്തുകൊണ്ടാണ്? ലോകത്തെ ഏറ്റവും ശക്തവാനായ സൃഷ്ടി ഏത് എന്ന് ചോദിച്ചാൽ അത് പർവ്വതങ്ങളാണ്. അത് ഏറ്റവും ശക്തിയുള്ള സൃഷ്ടി ഏതാ? പർവ്വതമാണ്. അപ്പൊ ഈ പർവ്വതത്തെ പോലും പൊടിപടലമാക്കി മാറ്റാൻ പറ്റുന്ന റബ്ബിന് മരിച്ചുപോയ നിങ്ങളെ പുനർജനിപ്പിക്കാൻ കഴിയില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ലാഹു ചോദിക്കാൻ. വലിയ പർവ്വതങ്ങളെ, നമ്മുടെ നാട്ടിലുള്ള പർവ്വതങ്ങളൊക്കെ മണ്ണ് കൊണ്ടിങ്ങനെ, മണ്ണും മരങ്ങളൊക്കെയാണ്. നിങ്ങൾ മക്കയിലും മദീനയിലൊക്കെ പോയാൽ കാണുന്നല്ല കറുകറുത്ത പാറക്കൂട്ടങ്ങൾ അല്ലേ? മക്കയിലും മദീനയിലൊക്കെയുള്ള പർവ്വതങ്ങളുടെ അവസ്ഥ എന്താ? വലിയ 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 പാറക്കൂട്ടങ്ങളാണ്. അപ്പം അതിനെയൊക്കെ അല്ലാഹു പൊടിപടലങ്ങളായി വലിച്ചെറിയുമെന്നാണ്. കോട്ടൻ പരുത്തി പറക്കുന്നത് പോലെ പർവ്വതങ്ങളുടെ ധൂളികൾ പറക്കുമെന്നാണ് അല്ലാഹു പറയാണ്. ഇത്രയും വലിയ ശക്തിയുള്ള അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയെ ഞാൻ ഒന്നുമല്ലാതെ ധൂളികളാക്കി മാറ്റുമെങ്കിൽ മരിച്ചുപോയ നിങ്ങളെ വീണ്ടും പുനർജനിപ്പിക്കാൻ എനിക്ക് കഴിയില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ലാഹുവിൻ്റെ ചോദ്യം. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ
فكانت هباء منبثا. സൂറത്തുൽ ഹജ്ജ് അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനെ ഭയന്നു ജീവിക്കണേ. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അളീം, ഖിയാമത്ത് നാളെന്ന് പറയുന്നത് അത് ഭയാനകമായ ദിവസമാണ്. ഖിയാമത്ത് നാള് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഗൗരവം തീരെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വെള്ളിയാഴ്ച കഴിയുമ്പോൾ അടുത്ത വെള്ളിയാഴ്ച വരുന്നതുവരെ ലോകത്ത് മനുഷ്യനും ജിന്നുകളുമല്ലാത്ത സർവചരാചരങ്ങളും ഖിയാമത്ത് നാളിനെ ഓർത്ത് പേടിക്കുന്നുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഖിയാമത്ത് നാൾ സംഭവിക്കും ഒരു വെള്ളിയാഴ്ച. അപ്പം അതുകൊണ്ട് ഒരു വെള്ളിയാഴ്ച കഴിയുമ്പോൾ ഒരു ആശ്വാസം നമ്മൾക്കല്ല. നമ്മൾക്ക് എന്ത് ആശ്വാസം? നമ്മൾക്ക് അടുത്ത ബീഫ് കൂട്ടാനുള്ള സമയമായോ എന്ന് നമ്മൾ ആലോചിക്കും. ഓരോ വെള്ളിയാഴ്ച വരുമ്പോൾ ബീഫും മട്ടനും, നല്ല മട്ടൻ ബിരിയാണിയും ബീഫ് വറുത്തതും അതുപോലെ നെയ്ച്ചോറൊക്കെ കഴിക്കാനുള്ള സമയമായി എന്നാണ് നമ്മൾ കരുതുക. എന്നാൽ അങ്ങനെയല്ല. വെള്ളിയാഴ്ച കഴിയുമ്പോൾ ഒരു ആശ്വാസം, ഇന്ന് ഖിയാമത്ത് നാൾ സംഭവിച്ചില്ലല്ലോ, ഇനി അടുത്ത വെള്ളിയാഴ്ച വരുമോ? ഈ രീതിയിൽ മനുഷ്യനും ജിന്നുകളുമല്ലാത്ത സർവ്വചരാചരങ്ങളും ഓരോ വെള്ളിയാഴ്ച കഴിയുമ്പോഴും ആശ്വാസത്തിന്റെ നെടുവീർപ്പുകൾ. അതേപോലെ മറ്റൊരു ഖിയാമത്ത് നാളിനെ തൊട്ടടുത്ത ആഴ്ചയിൽ അവർ പേടിയോടെ കാത്തിരിക്കുകയാണ് എന്നാണ്. നമ്മൾക്ക് പേടിയില്ല. നമ്മൾക്ക് എന്ത് പേടി? നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ കൂടെ കിടന്ന സുഹൃത്ത് ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചാലും 1-2 ദിവസം വേദന ഉണ്ടാകും. 3-ാമത്തെ ദിവസം വീണ്ടും നമ്മൾ പഴയതിലേക്ക് പോയി. നമ്മുടെ സ്വന്തം പിതാവ് നമ്മുടെ മുമ്പിൽ വെച്ച് മരണപ്പെട്ടാലും 1-2-3 ദിവസം വേദന ഉണ്ടാകും. പിന്നെ നമ്മളതെല്ലാം മറന്നു. നമ്മുടെ മക്കൾ നമ്മുടെ മുമ്പിൽ വെച്ച് അപകട മരണം സംഭവിച്ചാലും നമ്മൾക്ക് 2-3 ദിവസം വേദന ഉണ്ടാകും. പിന്നെ നമ്മളത് മറക്കും. ഇതല്ലേ നമ്മുടെ അവസ്ഥ? നമ്മൾക്ക് എന്ത്? ലോകത്തുള്ള സർവ്വചരാചരങ്ങളിലേക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഭൂമിയുടെ ഉത്തരവാദിത്വം, ഈ ദീനിന്റെ ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട്. ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാത്. ആദ്യം അല്ലാഹു തആല ഈ ദീനിനെ, അല്ലാഹുവിന്റെ നിയമങ്ങളെ ഏറ്റെടുക്കാൻ ആദ്യം പറഞ്ഞത് ആകാശത്തോടാണ്. ആകാശത്തോട് ചോദിച്ചു, ഇങ്ങനൊരു ദീൻ, ഇങ്ങനൊരു മതം, ഇങ്ങനെ ഒരു നിയമം ഏറ്റെടുക്കാൻ കഴിയോ? ആകാശം പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയില്ല. അടുത്തതായി അല്ലാഹു ചോദിച്ചു, ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർള്. ഭൂമിയോട് ചോദിച്ചു, നിങ്ങൾക്ക് കഴിയുമോ? എന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അവരും പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയില്ല. പിന്നെ അല്ലാഹു ചോദിച്ചു, വൽ ജിബാൽ, പർവ്വതങ്ങളോട് ചോദിച്ചു, നിങ്ങൾ തയ്യാറാണോ എന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ? ഫഅബൈന അൻ യഹ്മിൽനഹാ, അവര് പറഞ്ഞു കഴിയില്ല എന്ന് മാത്രമല്ല, വഅശ്ഫഖന മിൻഹാ, പേടിയോടുകൂടി അവർ മാറി നിൽക്കുകയും ചെയ്തു. അത് നമ്മളിപ്പോൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ഈ ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു ഉത്തരവാദിത്വം. ആകാശം പറഞ്ഞു എനിക്ക് കഴിയില്ല, ഭൂമി പറഞ്ഞു ഏയ് ഞാൻ ഏറ്റെടുക്കൂല, പർവ്വതം പേടിച്ചുകൊണ്ട് മാറി നിന്നു. പിന്നെയോ وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. മനുഷ്യരാണ് അള്ളാഹുവിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവർ. ഇന്നഹു കാന ളലൂമ, അവനൊരു അക്രമിയാണ്, മനുഷ്യൻ അക്രമിയാണ്. ജഹൂല, അവന് വിഡ്ഢിയാണ്. അവന് വിഡ്ഢിയായതുകൊണ്ടാണ്, അവനൊരു അക്രമിയായതുകൊണ്ടാണ് എന്റെ ഉത്തരവാദിത്വം അവൻ ഏറ്റെടുത്തത്. വലിയ പർവ്വതങ്ങളും ആകാശങ്ങളും ഭൂമിയുമെല്ലാം പേടിച്ചു മാറി നിന്ന ഉത്തരവാദിത്വം മനുഷ്യനായ നിങ്ങളല്ലയോ ഏറ്റെടുത്തത് എന്ന് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് ഭാരിച്ച ഉത്തരവാദിത്വമാണ് മുഅ്മിനീങ്ങളെ. പർവ്വതങ്ങളെല്ലാം മാറി നിന്നൊരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ അമാനത്ത് വളരെ ഭംഗിയായി തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ തഖ്വയുള്ളവരായി മാറണേ. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? അദാഉ മഫ്തറല്ലാഹു വ തർകു മാ ഹറമല്ലാഹ്. അല്ലാഹു ചെയ്യാൻ പറഞ്ഞത് സമയത്ത് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. നിസ്കരിക്കാൻ പറഞ്ഞാൽ ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുന്നവരാവുക. നോമ്പെടുക്കാൻ പറഞ്ഞാൽ നിർബന്ധമായ സമയത്ത് നോമ്പെടുക്കുക. നോമ്പ് നഷ്ടപ്പെട്ടു പോയാൽ എപ്പോഴാണോ നോമ്പെടുക്കാനുള്ള
ആ ശാരീരികമായ ശുദ്ധി ഉണ്ടാവുന്നത് ഉടനെ തന്നെ നോമ്പെടുക്കുക. അടുത്ത റമദാനിലേക്ക് കാത്തിരിക്കാതെ 330 ദിവസങ്ങളിൽ നിന്ന് ശഅബാൻ വരാൻ കാത്തിരിക്കാതെ ശവ്വാലിൽ തന്നെ ഖളാ വീട്ടുക. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അവിടെയൊക്കെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണ്? പരിശുദ്ധമായ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് അവർ ഖളാ വീട്ടുന്നത് ശഅബാനിലാണ്. ശവ്വാലിൽ തന്നെ വീട്ടിക്കൂടെ? പെരുന്നാൾ കഴിഞ്ഞു, ഒരു പെണ്ണ് മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക. അള്ളാഹുവിൻ്റെ ചോദ്യം എന്താണ്ടാവുക? റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഖളാ വീട്ടിയോ? ഇല്ല. ഞാൻ ശഅബാനിൽ വീട്ടാന്നാ വിചാരിച്ച്. നിനക്ക് മുമ്പ് സമയമുണ്ടായിരുന്നല്ലോ, എന്താ നീ വീട്ടാത്തത്? കൈമലർത്തു. അല്ല, നിനക്കൊരു മാസം ശവ്വാൽ കിട്ടിയില്ലേ? ശവ്വാൽ നിനക്ക് വീട്ടാമായിരുന്നില്ല, എന്തിനാ നീ ശഅബാനിലേക്ക് മാറ്റിവെച്ചത്? മറുപടി ഉണ്ടോ പെണ്ണുങ്ങൾക്ക്? മറുപടി ഉണ്ടോ? അതുകൊണ്ട് ദയവ് ചെയ്ത് തഖ്വ എന്ന് പറഞ്ഞാൽ അതാണ്. നഷ്ടപ്പെട്ടത് ഉടനെ തന്നെ ഖളാ വീട്ടുക, നിർബന്ധമായത് ഉടനെ തന്നെ അത് ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരിമാർ, ഈ വിഷയത്തിൽ ഒരൽപ്പം ബോധവാന്മാരാവണം. നിസ്കാരത്തിന്റെ വിഷയം, നോമ്പിന്റെ വിഷയം. വാദിനൊക്കെ നമ്മൾ തട്ടവും ഹിജാബൊക്കെ ഇട്ടിട്ട് വാദിനൊക്കെ സജീവമായി വന്ന് എല്ലാ വാദം വിജയിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ അവിടെ ഗാനമേള വെച്ച് അതും വിജയിപ്പിക്കും, അതെനിക്കറിയാം. സഹോദരിമാർ, ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. ട്യൂബ് ലൈറ്റ് കണ്ട പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങണം, അത് വേറെ വിഷയമാണ്. അത് സർക്കസ് ആയാലും ശരി, എക്സ്പോ ആയാലും ശരി, ഗാനമേള ആയാലും ശരി, അത് വേളായാലും ശരി, ട്യൂബ് ലൈറ്റ് കണ്ട പെണ്ണുങ്ങൾ വളരെ നേരത്തെ പുറത്തിറങ്ങും. പക്ഷെ അതൊക്കെ ഖൈറാണ്, വാല് നന്മകളൊക്കെ ഖൈറാണ്. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മൾക്ക് പറ്റിയ ഒരു വീഴ്ചയുണ്ട്, ഒരു ന്യൂനതയുണ്ട്, അത് പരിഹരിച്ചേ പറ്റൂ. ആ ന്യൂനത ഒന്ന്, ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുന്നവരായി നമ്മൾ മാറുക. ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുന്ന ശീലം 90% സഹോദരിമാർക്കില്ല. 90% സഹോദരിമാർക്കില്ല. 90% പെണ്ണുങ്ങൾക്ക് ആ ശീലമില്ല. ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുന്ന ശീലം, അതാണ് തഖ്വ എന്ന് പറയുന്നത്. നിങ്ങളുടെ പണി കഴിഞ്ഞ് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ വീടടിച്ച് വാരി, നിങ്ങൾ മീൻ മുറിച്ച്, ഭക്ഷണം ഉണ്ടാക്കി, അലക്കി, തേച്ച് അവസാനം 3 മണിക്ക് വന്നിട്ട് നിസ്കരിക്കാതെ ആരെ സൗകര്യം? നിങ്ങളുടെ സൗകര്യം, പഠിച്ചോന്റെ സൗകര്യം. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചല്ലല്ലോ പറഞ്ഞത്. ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുന്ന ശീലം കൊണ്ടുവന്ന അതിൻ്റെ അസർ അനുഭവിക്കാൻ നമ്മൾക്ക് കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ സഹോദരിമാർ, കേൾക്കാൻ, മനസ്സിലാക്കുക, മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. വെറുതെ കുറെ വാദ് പറഞ്ഞിട്ടോ വെറുതെ കുറെ വാദ് കേട്ടിട്ടോ ഒരു ഫായതയില്ല. എന്നോടടക്കം ഞാൻ പറയാം, നമ്മളൊക്കെ നന്നാവാൻ ഓരോ വാദ് കഴിയുമ്പോഴും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു നമ്മളൊക്കെ നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു പോകുന്ന തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ തഖ്വയുള്ളവരാവണം. ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അളീം, ഖിയാമത്ത് നാളെന്ന് പറയുന്നത് ഭയാനകമാണ്. ഫസ്സാഅത, നിങ്ങൾ കാത്തിരിക്കുന്നത് ഖിയാമത്ത് നാളിനെയാണോ? ഫസ്സാഅതു അദ്ഹാ വ അമർ, ഖിയാമത്ത് നാളെന്ന് പറയുന്നത് ഭീതിതമാണ്, ഭയാനകമാണ്, വളരെ കൈപ്പേറിയതാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖിയാമത്ത് നാൾ വരട്ടെ, എന്നിട്ട് നന്നാവാമെന്നൊന്നും വിചാരിക്കണ്ട. വരാതെ വരുന്നതിന് മുമ്പ് നന്നാവാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ. എന്നിട്ട് പറഞ്ഞു, യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്. യൗമ തറൗനഹാ, ഖിയാമത്ത് നാൾ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ, തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്, പാല് നൽകുന്ന ഉമ്മമാർ കയ്യിലുള്ള മക്കളെ വലിച്ചെറിയുമെന്ന് പരിശുദ്ധ ഖുർആൻ. മുലപ്പാല് നൽകുന്ന ഉമ്മയാണ് ലോകത്ത് ഏറ്റവും സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു സൃഷ്ടി. ലോകത്ത് ആരോടാണ് ഏറ്റവും സ്നേഹം എന്ന് ചോദിച്ചാൽ പാല് നൽകുന്ന ഉമ്മയ്ക്ക് കുഞ്ഞിനോടായിരിക്കും ഏറ്റവും സ്നേഹം. അതായിരിക്കും ഒരു ഉമ്മക്ക് മക്കളോടുണ്ടാകുന്ന കാരുണ്യവും സ്നേഹമൊക്കെ പാല് നൽകുന്ന കുഞ്ഞിനോടായിരിക്കുമെന്നാണ്. ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞില്ലേ, അന അർഹമു മിനൽ ഉമ്മി ലിവലദിഹാ. ശ്രദ്ധിക്കണേ, അന അർഹമു മിനൽ ഉമ്മി ലിവലദിഹാ. ഒരു ഉമ്മ കുഞ്ഞിനോട് എത്ര സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്.
ഒരു ഉമ്മയ്ക്ക് കുഞ്ഞിനോട് എത്ര കാരുണ്യമുണ്ട്, അതിനേക്കാളും എനിക്കെന്റെ അടിമകളോട് കാരുണ്യമുണ്ട് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മക്കളോട് സ്നേഹമില്ലേ? ഇല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടുള്ള സ്നേഹത്തെക്കാളും അള്ളാഹുവിന് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നാണ്. അപ്പൊ അത് കണ്ടപ്പോഴാണ് തന്റെ മാറോട് ചേർത്തൊരു കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ഒരു ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞത്, നബിയെ, നിങ്ങളല്ലേ പറഞ്ഞത് ഒരു ഉമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാളും അള്ളാഹുവിന് അടിമകളോട് സ്നേഹമുണ്ട് എന്ന്. ഞാൻ എൻ്റെ ഈ കുഞ്ഞിനെ തൊട്ടപ്പുറത്തുള്ള അടുപ്പ് കാണിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തു, ആ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ ഈ കുഞ്ഞിനെ അടുപ്പിലേക്ക്, തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചോദ്യം എന്താണ് എന്ന് നബി തങ്ങൾക്ക് മനസ്സിലായി. സ്വന്തം കുഞ്ഞിനെ ഒരു മാതാവ് തീയിലേക്ക് വലിച്ചെറിയാൻ മടിക്കുന്നുവെങ്കിൽ മാതാവിനോട് അള്ളാഹുവിനല്ലേ ഒരു കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാളും അള്ളാഹുവിന് അടിമകളോട് സ്നേഹമില്ലേ? പിന്നെ എങ്ങനെയാണ് ഒരു അടിമയെ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുക? മനസ്സിലായോ? ചോദ്യം മനസ്സിലായില്ലേ? എങ്ങനെ അള്ളാഹു ഒരു അടിമയെ നരകത്തിലേക്ക് വലിച്ചെറിയും? ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒരിക്കലും തീയിലേക്ക് വലിച്ചെറിയില്ല. അപ്പൊ എനിക്കെന്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാളും അള്ളാഹുവിനോട് സ്നേഹമില്ലേ? പിന്നെ എങ്ങനെ അള്ളാഹു അടിമയെ നരകത്തിലേക്ക് വലിച്ചെറിയും? ആ സമയത്താണ് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ഇല്ല ശാരിദൽ മാരിദൽ മുതമല്ലിദ്. ധിക്കാരികളായ, അഹങ്കാരികളായ, അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് തെറ്റു ചെയ്യുന്ന ആളുകളെ മാത്രമേ അള്ളാഹു തആല നാളെ നരകത്തിലേക്ക് വലിച്ചെറിയുള്ളൂ. അറിയാതെ തെറ്റ് വന്നുപോയാൽ, അനിയന്ത്രിതമായി വന്നുപോയി, എന്നിട്ട് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങി ചെയ്ത തെറ്റിന്റെ പേരിൽ കുറ്റബോധമുള്ള ആളുകൾ, ഇവരെ ഒന്നും അള്ളാഹു നാളെ ശിക്ഷിക്കുകയില്ല. അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾ തെറ്റു ചെയ്താൽ, തെറ്റു ചെയ്തിട്ട് കുറ്റബോധമില്ലാതെ തൗബ ചെയ്യാതെ ധിക്കാരത്തോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ അള്ളാഹു നാളെ നരകത്തിലേക്ക് വലിച്ചെറിയുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ. അത് അള്ളാഹുമായിട്ടുള്ള ഇടപാടാണ്. മനുഷ്യന്റെ ഇടപാട് അങ്ങനെയല്ല. നമ്മൾ മനുഷ്യനുമായിട്ട് വല്ല ഇടപാടും ബാക്കിയുണ്ടെങ്കിൽ അതിൽ അള്ളാഹു ഇടപെടുകയേ ഇല്ല. മനുഷ്യൻ മാപ്പ് തരാതെ അള്ളാഹു മാപ്പ് തരുകയുമില്ല. അപ്പൊ വളരെ പ്രധാനം ഇബാദത്തല്ല, വളരെ പ്രധാനം സ്വഭാവമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് തഹജ്ജുദല്ല, സൽസ്വഭാവമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കയ്യിലുണ്ടാവേണ്ടത് തസ്ബീഹ് മാലയല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ കയ്യിൽ കരുതേണ്ടത് ഖുർആനും അതുപോലെ തന്നെ പാരായണവും ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളൊന്നുമില്ല. ഇതൊക്കെ വേണം. ഇതിന്റെ കൂടെ സ്വഭാവം നന്നാക്കാൻ അവൻ ശ്രമിക്കണം. സ്വഭാവമില്ലാത്തവന്റെ ഇബാദത്ത് നശിച്ചു പോകുമെന്നാണ്. എന്നാൽ ഇബാദത്തില്ലെങ്കിലും സ്വഭാവം നന്നായാൽ ഒരാൾ സ്വർഗത്തിലെത്തുമെന്നാണ്. അതുകൊണ്ട് സ്വഭാവം വളരെ പ്രധാനമാണ്. മറ്റുള്ളവരോട് പെരുമാറേണ്ട രീതി, ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്, മാതാപിതാക്കളോട്, അധ്യാപകരോട്, ഉസ്താദുമാരോട്, അയൽവാസികളോട്, കുടുംബങ്ങളോട്, മുതിർന്നവരോട്, ചെറിയവരോട്, വലിയവരോട്, സ്ത്രീകളോട്, സമ്പത്തിലെ ബിസിനസ്സിലെ പാർട്ട്ണർമാരോട്, ഓരോ മേഖലകളിലും എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇടപെടണമെന്നൊക്കെ പരിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ ഇസ്ലാം, ഒരു മുസ്ലിം എന്ന് പറയുന്നത് ഒരു സ്വൽസ്വഭാവമാണ്. അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്, നന്മ എന്ന് പറയുന്നത്, ബിർറ് എന്ന് പറയുന്നത് സ്വൽസ്വഭാവമാണ്. ആ ഒരു സ്വഭാവത്തിന്റെ ഉടമകളായി മാറാൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുക. കഴിവിന്റെ പരമാവധി നാവുകൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക, മനസ്സുകൊണ്ട് മറ്റൊരാളെ വെറുക്കാതിരിക്കുക, സ്നേഹം മാത്രം നൽകാൻ ശ്രമിക്കുക. ആക്രമിക്കുന്നവരെ, ആരോപിക്കുന്നവരെ, തെറി പറയുന്നവരെ, നമ്മെ ജനങ്ങൾക്കിടയിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ തിരിച്ചതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ സ്നേഹത്തിന്റെ സന്ദേശം, സമാധാനത്തിന്റെ സന്ദേശം ജനങ്ങൾക്ക് പുഞ്ചിരിയുമായി അവരോട് ഇടപെട്ട് അവർക്കിടയിൽ ഇടപഴകി അവർക്ക് കൈമാറാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോഴാണ് നീ യഥാർത്ഥ ഒരു മുസ്ലിമായി മാറുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ സ്വർഗം ആസ്വദിക്കാൻ കഴിയുള്ളൂ. എത്രയോ ആബിദീങ്ങൾ, എത്രയോ ആലിമീങ്ങൾ, എത്രയോ സൂഫിവര്യന്മാർ ദുസ്വഭാവത്തിന്റെ പേരിൽ അവരുടെ ഇബാദത്തുകൾ അള്ളാഹു വലിച്ചെറിയുന്നുണ്ട് എന്നാണ്. എന്നാൽ എത്രയോ ചെമ്മാടികൾ
സ്വൽസ്വഭാവത്തിന്റെ പേരിൽ അള്ളാഹു സ്വർഗം നൽകി ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇബാദത്തിന്റെ കൂടെ സ്വഭാവം നന്നാക്കാൻ വളരെ പ്രധാനമായി ജനങ്ങളുമായിട്ടുള്ള ഇടപാടുകൾ നന്നാക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നാളെ പാരത്രിക ലോകത്ത് വിജയിക്കുള്ളൂ. പടച്ചോന് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, ജനങ്ങളോട് മാന്യമായിട്ട് പെരുമാറുക. അത് ഇസ്ലാമിന്റെ മുദ്രാവാക്യമാണ്. പടച്ചോന് നിങ്ങൾ ഒന്നും ചെയ്തില്ല, അള്ളാഹ്ക്കത് വിഷയമല്ല. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഞാനിപ്പോൾ നിങ്ങളൊന്നും ചെയ്യണ്ട എന്നല്ലേ പറയും. നിങ്ങൾ അങ്ങനെ നിങ്ങൾ ഇപ്പൊന്നും ഉണ്ടാക്കിയേക്കല്ലേ. ഇനി ഞാൻ പറയുന്നതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ നിസ്കരിച്ചത് കൊണ്ട് അള്ളാഹ്ക്ക് എന്ത് കിട്ടും? അള്ളാഹ്ക്ക് എന്തെങ്കിലും കിട്ടുമോ? ഞാൻ നിസ്കരിച്ചാൽ എന്തെങ്കിലും ലാഭമുണ്ടോ? ഉണ്ടോ? അള്ളാഹുവിനൊന്നുമില്ല. ഞാൻ നിസ്കരിച്ചത് കൊണ്ട് അള്ളാഹുവിന്റെ കാറ്റഗറി ഇവിടെ കൂടാനില്ല. അള്ളാഹുവിടെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ വൈസ് പ്രസിഡന്റോ പ്രസിഡന്റ് ആവാനില്ല. ഇനി ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹുവിന് നഷ്ടപ്പെടാനില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് പടച്ചോനൊന്നും കിട്ടാനില്ല. അഥവാ നീ നിസ്കരിച്ചില്ലെങ്കിലും ഇബാദത്ത് എടുത്തില്ലെങ്കിലും അള്ളാഹു ഒരു പക്ഷേ അവന്റെ ഫള് കൊണ്ട് അള്ളാഹു വെറുതെ വിട്ടേക്കാം. പക്ഷേ ജനങ്ങളുമായിട്ടുള്ള ഇടപാടുകളിൽ എന്തെങ്കിലും ന്യൂനത വന്നാൽ അള്ളാഹുവിന് മനുഷ്യരെ ഇഷ്ടമാണ്. അള്ളാഹുവിന് മനുഷ്യരെ മലക്കുകളെക്കാളും ഇഷ്ടമാണ്. അള്ളാഹുവിന് ജനങ്ങളോട് പെരുത്തിഷ്ടമാണ്. എന്തിനേറെ പറയണം, എല്ലാ ദിവസവും പർവ്വതങ്ങൾ അള്ളാഹുവിനോട് പറയുന്നുണ്ട്, അള്ളാഹുവേ, ഞാൻ ഈ മനുഷ്യരെ നിനക്ക് നിന്റെ നിഅമത്തുകൾ ഉപയോഗിച്ച് നിനക്ക് ശുക്ർ ചെയ്യാത്ത, നിനക്ക് നന്ദി ചെയ്യാത്ത ഈ മനുഷ്യർ എന്തിനാ റബ്ബേ ഇവിടെ ജീവിക്കുന്നത്? അവരുടെ തലയുടെ മുകളിൽ വീണ് അവരെ ഞാൻ ചതച്ചരച്ച് കൊല്ലട്ടെ എന്ന് പർവ്വതങ്ങൾ ചോദിക്കുന്നില്ലേ? അതേപോലെ വിശാലമായി നീണ്ടുകിടക്കുന്ന സമുദ്രം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, റബ്ബേ, നിന്റെ നിഅമത്തുകൾ ഉപയോഗിച്ച്, നിന്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് നിനക്ക് ശുക്ർ ചെയ്യാൻ, ഒരു നന്ദി ചെയ്യാനുള്ള സന്മനസ്സില്ലാത്ത ഈ വൃത്തികെട്ടവരെ എന്തിനാണ് ഈ ഭൂമിയിൽ പേറി നടക്കുന്നത്? ഒരു സുനാമിയായി വന്ന് ഞാൻ അവരെ നശിപ്പിക്കട്ടെ. ഭൂമി ചോദിക്കുന്നുണ്ട്, റബ്ബേ, നിനക്ക് ശുക്ർ ചെയ്യാത്ത മനുഷ്യരിവിടെ എന്തിനാ? അവരെ ഞാൻ വിഴുങ്ങിക്കളയട്ടെ. ആകാശം ചോദിക്കുന്നുണ്ട്, കഷ്ണം കഷ്ണം കഷ്ണങ്ങളായി അവരുടെ തലയുടെ മുകളിൽ വീണ് ഞാൻ ഒന്നടങ്കം അവരെ നശിപ്പിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് ദിവസവും ചോദിക്കുമ്പോ തിരിച്ച് അള്ളാഹു ചോദിക്കുന്ന ഒരു മറുപടിയുണ്ട്, യാ മഖ്ലൂഖാത്തി, എന്റെ സൃഷ്ടികളെ, അഖലഖ്തുമൂഹു, നിങ്ങളാണോ മനുഷ്യനെ സൃഷ്ടിച്ചത്, അല്ല ഞാനാണോ? അള്ളാഹു ചോദിക്കുന്ന ചോദ്യം വളരെ സ്വഹീഹായ ഹദീസാണ്. യാ മഖ്ലൂഖാത്തി, സമുദ്രമേ, ആകാശമേ, ഭൂമിയെ, പർവ്വതങ്ങളെ, നിങ്ങളാണോ മനുഷ്യരെ സൃഷ്ടിച്ചത്? അവർ പറയുമല്ല. നിങ്ങളായിരുന്നു മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നതെങ്കിൽ ലറഹിംതുമൂഹു, നിങ്ങൾ അവരോട് കാരുണ്യം കാണിക്കുമായിരുന്നു. നിങ്ങൾ അവരെ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ അവരോട് കാരുണ്യം കാണിക്കുമായിരുന്നു. ഞാനാണ് അവരെ സൃഷ്ടിച്ചത്, അതുകൊണ്ട് ഞാൻ അവരോട് കാരുണ്യം കാണിക്കുന്നു. എന്നെയും എന്റെ അടിമകളെയും നിങ്ങൾ വെറുതെ വിട്ടേക്ക്, ഞങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ ഇടപെടരുത് എന്ന് ആകാശത്തോടും ഭൂമിയോടും പർവ്വതങ്ങളോടും എല്ലാ ദിവസവും അള്ളാഹു പറയുന്നുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അള്ളാഹുവിന് മനുഷ്യനോടുള്ള കാരുണ്യം. അതുകൊണ്ട് ഇത്രയും ജനങ്ങളെ സ്നേഹിക്കുന്ന റബ്ബ് മറ്റൊരാളോട് മോശമായി പെരുമാറുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. മറ്റൊരാളോട് പിണങ്ങുന്നത് ഇഷ്ടമല്ല, മറ്റൊരാളെ അടിക്കുന്നത് ഇഷ്ടമല്ല, മറ്റൊരാളുടെ സമ്പത്ത് അപഹരിക്കുന്നത് ഇഷ്ടമല്ല, മറ്റൊരാളെ തുറിച്ചു നോക്കുന്നത് ഇഷ്ടമല്ല, മറ്റൊരാൾക്കെതിരെ അപവാദങ്ങളും ആരോപണങ്ങളും ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല. അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തില്ലെങ്കിലും മനുഷ്യനോട് മോശമായി പെരുമാറരുത്. സ്വഭാവം നന്നാക്കുക, പെരുമാറ്റം നന്നാക്കുക. ഇബാദത്ത് നന്നായി ചെയ്യണ്ട എന്നല്ല, സ്വഭാവം നന്നാക്കാതെ ഇബാദത്തുകൾ കൊണ്ട് നേട്ടമുണ്ടാവൂല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് പെരുമാറ്റം നന്നാക്കണം. അള്ളാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. സ്ത്രീകൾക്ക് ഈ വിഷയം വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. തസ്ബീഹ് മാലയും അതുപോലെ മുസല്ലയും നിസ്കാര കുപ്പായവും ഒന്നും നാളെ രക്ഷപ്പെടുത്താൻ വരൂല, ഒന്നും വരൂല. നമ്മുടെ സ്വഭാവം മാത്രമായിരിക്കും നാളെ നമ്മെ രക്ഷപ്പെടുത്തുക. നമ്മൾ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ സ്വഭാവമായിരിക്കും. നമ്മൾ നാളെ നരകത്തിലേക്ക് പോകണോ അല്ല സ്വർഗത്തിലേക്ക് പോകണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ തഹജ്ജുദല്ല, നമ്മുടെ സ്വഭാവമാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് വേണം ഇനിയുള്ള നാളുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്, ഈ ഖിയാമത്ത് നാളിനെ കാണുമ്പോൾ എല്ലാ ഉമ്മമാരും അവരവരുടെ കൈകളിലുള്ള കുഞ്ഞുങ്ങളെ വലിച്ചെറിയുമെന്നാണ്. പാല് കൊടുക്കുന്ന കുഞ്ഞുങ്ങളോട് ആ സമയത്ത് സ്നേഹിക്കാൻ അവർക്ക് തോന്നൂല എന്നാണ്.
ഗർഭിണികൾ പ്രസവിക്കുമെന്നാണ്. ജനങ്ങൾ മത്ത് പിടിച്ചതുപോലെ പരിഭ്രാന്തരാകും, ജനങ്ങളുടെ തലമുടിയിൽ നരബാധിച്ചു തുടങ്ങുമെന്നാണ്. അത്രയും ഗൗരവമാണ്. ഈ രീതിയിലാണ് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിനെ നമ്മൾക്ക് പരിശുദ്ധമായ ഖിയാമത്ത് നാളിനെ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തി തരുന്നത്. ഫഇദാ വഖഅത്തിൽ വാഖിഅഹ് ലൈസ ലിവഖഅതിഹാ കാദിബഹ്. ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ അതിനെ നിഷേധിക്കുന്നവർ അന്നുണ്ടാവൂല. ഖാഫിലത്തുർ റാഫിഅഹ്. അന്ന് ചില ആളുകൾ ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് എത്തുമ്പോൾ മറ്റു ചില ആളുകൾ ഉന്നതങ്ങളിൽ നിന്ന് താഴേക്കിടയിലേക്ക് വീഴും. അണുക്കളെ പോലെ അവരെ ചവിട്ടി മതിച്ചിട്ടായിരിക്കും ആളുകൾ നടന്നു പോകുന്നത്. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ ഫകാനത് ഹബാഅൻ മുൻബസ്സാ. ഭൂമി കിടുകിടാ വിറച്ച് പർവ്വതങ്ങൾ പൊടിപടലങ്ങളായി പറക്കുന്ന ദിവസമാണത്. ഖിയാമത്ത് നാളെ സംഭവിക്കുന്ന സമയം മുതൽ നിങ്ങൾ 3 വിഭാഗമായി മാറുമെന്ന് പരിശുദ്ധ ഖുർആൻ. 3 വിഭാഗമായി മാറും. 3 വിഭാഗമായി ഖിയാമത്ത് നാളോടുകൂടി മനുഷ്യന്മാർ. ഏതൊക്കെയാണ് ആ 3 വിഭാഗം? ഒന്നാമത്തേത് വലതുപക്ഷമാണ്. മാ അസ്ഹാബുൽ മൈമന. ഒന്നാമത്തേത് വലതുഭാഗമാണ്. എന്തൊരു ഭാഗ്യവാന്മാരാണവർ. രണ്ടാമത്തേത് ഇടതുപക്ഷമാണവർ. അവരുടെ കാര്യം കഷ്ടം തന്നെയാണ്. മൂന്നാമത്തേത് അല്ലാഹുവിന്റെ സ്വന്തക്കാരായ, അല്ലാഹുവിന്റെ ഇഷ്ടക്കാരായ, ഏത് നന്മയുടെ വിഷയം പറഞ്ഞാലും ആവേശത്തോടുകൂടി കടന്നു വരുന്നവരാണവർ. ഇവിടെ പറഞ്ഞു ചില ആളുകൾ, നമ്മുടെ സ്ഥാപനത്തിന്റെ തൊട്ടടുത്തുള്ള ചില ആളുകൾ, ഇവിടെ എന്തെങ്കിലും വെള്ളമില്ല എന്നറിഞ്ഞാൽ വീട്ടിലെ വെള്ളം കൊണ്ടുവന്ന് സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്നവർ. ഇവിടെ അടുക്കളയിൽ ഭക്ഷണമില്ല എന്ന് പറഞ്ഞാൽ അടുക്കളയിലേക്ക് വീട്ടിൽ നിന്ന് പാചകം ചെയ്ത് ഭക്ഷണം കൊണ്ടുവരുന്നവർ. ഇവിടെ സാമ്പത്തികമായി പ്രയാസമുണ്ടെന്നറിഞ്ഞാൽ സാമ്പത്തികമായി സഹായിക്കാൻ ഓടി വരുന്നവർ. ഇങ്ങനെ നന്മയുടെ വിഷയത്തിൽ വളരെ വളരെ വേഗത്തോടെ ആവേശത്തോടെ മത്സരിച്ചുകൊണ്ട് മുന്നേറുന്നവർ, അവരാണ് നാളെ ഖിയാമത്ത് നാളിലെ ഒന്നാമത്തെ വിഭാഗം. അവരിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. ദുആ ചെയ്യുമ്പോ സ്വർഗത്തിലൊന്ന് കടന്നുകൂടാൻ എനിക്ക് തൗഫീക്ക് നൽകണേ എന്ന് ദുആ ചെയ്യണ്ട. സാബിഖൂന സാബിഖൂൻ, ഉന്നതരിൽ മഹാന്മാരിൽ ഹബീബിന്റെ തൊട്ടടുത്ത് കിടന്നുറങ്ങാൻ, സ്വർഗീയ സുഖം ആസ്വദിക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെ ദുആ ചെയ്യും. വളരെ കുറച്ചു പേര് മാത്രമാണ് നമ്മുടെ സമുദായത്തിലെ അവസാന കാലഘട്ടത്തിൽ നിന്ന് വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ഈ ചാൻസ് ഉള്ളത്. 50,000-ൽ-1, ലക്ഷങ്ങളിലൊരുവൻ, കോടിക്കണക്കിന് ആളുകളിലൊരുവൻ, വളരെ കുറച്ചാളുകൾ. എല്ലാവർക്കും പെടാൻ കഴിയില്ല. നബി തങ്ങളുടെ സമുദായത്തിന്റെ അവസാന കാലഘട്ടത്തിലെ വളരെ കുറച്ചു പേരെ ഉണ്ടാവുള്ളൂ. എങ്ങനെയാണെങ്കിൽ നമ്മൾക്കൊക്കെ ഇതിൽ ഉൾപ്പെടാൻ കഴിയോ? നമ്മൾക്കൊക്കെ ഉൾപ്പെടാൻ കഴിയോ? നമ്മുടെ അമല് കൊണ്ട് കഴിയില്ല. നമ്മുടെ അമല് കൊണ്ട് നമ്മൾ 0 ആണ്. പക്ഷേ അള്ളാഹുവിനോട് ദുആ ചെയ്യാം മുഅ്മിനീങ്ങളെ. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട് പരിശുദ്ധ ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കാൻ ഭാഗ്യം ലഭിച്ചാൽ അതിനേക്കാളും വലിയ ഭാഗ്യമില്ലല്ലോ. സൗബാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? നബിയെ, ദുനിയാവിൽ എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നും, എനിക്ക് പ്രയാസം തോന്നും. ആ സമയത്ത് ഞാൻ മദീന പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് നിങ്ങളുടെ ആ പരിശുദ്ധമായ മുഖമൊന്ന് നോക്കി നിൽക്കും. എൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറും. വീണ്ടും ഞാൻ വീട്ടിലേക്ക് പോകും. നിങ്ങളെ കാണാതെ ഒരല്പസമയമാകുമ്പോ വീണ്ടും എനിക്ക് വിഷമം വരും. നിങ്ങളെ തേടി ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ എൻ്റെ എല്ലാ പ്രയാസവും മാറും. ഇന്ന് ഞാൻ കരയുകയാണ്. എന്തിനോർത്ത് കരയുന്നു? ഇന്ന് ഞാൻ കരയുന്നത് നാളെ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ ഞാനും സ്വർഗത്തിലായിരിക്കും, നിങ്ങളും സ്വർഗത്തിലായിരിക്കും. നിങ്ങൾ മഹാന്മാരായ പ്രവാചകന്മാരുടെ കൂടെ, അല്ലാഹുവിൻ്റെ സ്വന്തക്കാരുടെ കൂടെ ഒറ്റയ്ക്ക് നിങ്ങൾ ഉന്നതമായ സ്ഥാനത്തുണ്ടാകുമ്പോൾ ഈ പാവപ്പെട്ട സൗബാൻ സ്വർഗത്തിൻ്റെ ഏതെങ്കിലും മുക്കുമൂലകളിൽ അകപ്പെടേണ്ടി വന്നാൽ പിന്നെ എനിക്ക് ആ സ്വർഗം എന്തിനാണ് നബിയെ?
പിന്നെ എന്തിനാണ് എനിക്ക് ആ സ്വർഗം? നിങ്ങളെ കാണാത്ത സ്വർഗം എനിക്ക് ആവശ്യമില്ല. നിങ്ങളെ കാണാൻ കഴിയാത്ത സ്വർഗത്തിൽ എന്തർത്ഥമാണുള്ളത് എന്ന് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന രംഗം മുഅ്മിനീങ്ങളെ നമ്മളൊക്കെ ആലോചിക്കേണ്ട രംഗമാണ്. നമ്മൾക്ക് നബിത്തങ്ങളെ കാണാൻ കഴിയാത്ത സ്വർഗത്തിൽ എന്ത് കാര്യമാണുള്ളത്? നബിത്തങ്ങളെ കാണാൻ കഴിയാത്ത സ്വർഗത്തിൽ എന്ത് സുഖമാണ് നമ്മൾക്ക് ലഭിക്കുക? വളരെ അവസാന കാലഘട്ടത്തിൽ നിന്ന് വളരെ കുറച്ച് പേർക്ക് മാത്രമേ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സ്വർഗീയ സുഖം നൽകുള്ളൂ എന്നാണ്. സുല്ലത്തും മിനൽ അവ്വലീൻ, മുൻകഴിഞ്ഞുപോയ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സമുദായത്തിൽ നിന്ന് ആദ്യ കാലഘട്ടത്തിലെ ബഹുഭൂരിഭാഗം ആളുകൾ, വഖലീലും മിനൽ ആഖിരീൻ, അവസാന കാലഘട്ടത്തിൽ നിന്ന് വളരെ കുറച്ച് പേർ. ഒരർത്ഥം ഇങ്ങനെയാണ്. രണ്ടാമതൊരർത്ഥം, മുൻകഴിഞ്ഞ പ്രവാചകന്മാരിൽ നിന്ന് അവരുടെ സമുദായത്തിൽ നിന്ന് ബഹുഭൂരിഭാഗം ആളുകൾ, എന്നാൽ നബിത്തങ്ങളുടെ സമുദായത്തിൽ നിന്ന് വളരെ കുറച്ച് പേര്. അങ്ങനെയാണെങ്കിൽ അവിടെ കയറിക്കൂടാൻ എന്തെങ്കിലും ഒരു അവകാശം നമ്മൾക്കുണ്ടോ? ഇതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സ്വഹാബാക്കൾ കരഞ്ഞു പോയിട്ടുണ്ട്. സ്വഹാബാക്കൾ വേദനയോടെ നബിത്തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, സുല്ലത്തും മിനൽ അവ്വലീൻ, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരിൽ നിന്ന് വലിയൊരു വിഭാഗം, ഞങ്ങളിൽ നിന്ന് വളരെ കുറച്ച് പേർ എന്ന് ചോദിച്ചപ്പോൾ നബിത്തങ്ങൾ മിണ്ടിയില്ല. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത ആയത്തിറങ്ങുന്നത്, ഫഅസ്ഹാബുൽ മൈമനതി മാ ലിഅസ്ഹാബിൽ യമീൻ സുല്ലത്തും മിനൽ അവ്വലീന വസുല്ലത്തും മിനൽ ആഖിരീൻ. നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയതിൽ നിന്ന് ബഹുഭൂരിഭാഗം ആളുകൾ, എൻ്റെ സമുദായത്തിൽ നിന്ന് ബഹുഭൂരിഭാഗം ആളുകൾ. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് മറുപടി കിട്ടിയത്. അത് തന്നെ ഈ ഹൈ കാറ്റഗറി അല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ആയത്ത് ഓതുമ്പോൾ കരയാതെ നമ്മൾ ഓതാൻ കഴിയില്ല. കാരണം നബിത്തങ്ങളെക്കാൾ മുമ്പുള്ള സമുദായത്തിൽ നിന്ന് ബഹുഭൂരിഭാഗം ആളുകൾ, നബിത്തങ്ങളുടെ സമുദായത്തിൽ നിന്ന് വളരെ തുച്ഛം പേർ. എങ്കിൽ നമ്മൾക്കതിൽ കയറിക്കൂടാൻ കഴിയോ? ഇനി നബിത്തങ്ങളുടെ സമുദായത്തിലെ ആദ്യ കാലഘട്ടത്തിലെ ബഹുഭൂരിഭാഗം ആളുകൾ, അവസാന കാലഘട്ടത്തിലെ വളരെ കുറച്ചാളുകൾ, അതിൽ നമ്മൾക്ക് കയറിക്കൂടാൻ കഴിയോ? ഇല്ല. അതുകൊണ്ട് ദുആ ചെയ്യ് റബ്ബിനോട്, പടച്ചോൻ എനിക്ക് ഫിർദൗസ് എന്ന സ്വർഗം നീ തരണേ എന്ന്. ദുആ ചെയ്യുമ്പോൾ അങ്ങനെ ദുആ ചെയ്യണമെന്നാണ്, പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ്. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുവേ, സ്വർഗത്തിൽ കയറിക്കൂടാനുള്ളൊരവസരം തരണമെന്നല്ല, സ്വർഗത്തിൽ നിന്റെ ഹബീബിന്റെ കൂടെ, നബിത്തങ്ങളുടെ കൂടെ ഉന്നതമായ സുഖം ആസ്വദിക്കാൻ എനിക്ക് തൗഫീക്ക് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റബ്ബേ. ഞങ്ങളൊക്കെ പാപികളാണെങ്കിലും കുറ്റക്കാരാണെങ്കിലും അതൊക്കെ നീ പൊറുത്തു നിന്ന് മഹാന്മാരുടെ കൂടെ സ്വർഗീയ സുഖം ആസ്വദിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അതേപോലെ എല്ലാ വിഷയവും അങ്ങനെയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു വിഷയമാണ്, എന്ത് ചോദിക്കുമ്പോഴും നിങ്ങൾ കുറച്ച് ചോദിക്കരുത്, കുറേ ചോദിക്കുക, ഒരുപാട് ചോദിക്കുക. കുട്ടികളെ ചോദിക്കുമ്പോൾ ഒരു കുഞ്ഞിക്കാല് കാണാൻ എനിക്ക് നീ തൗഫീക്ക് നൽകണേ എന്ന് ദുആ ചെയ്യരുത്. ഒരുപാട് മക്കളെ തരണേ എന്ന് ദുആ ചെയ്യുക. എന്തിനാ ഒരു കുഞ്ഞിക്കാല് കാണാൻ? അങ്ങനെയാണ് ദുആക്കൊക്കെ ഇവിടെ വസിയത്ത്, ഒരു കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്യരുത് മുഅ്മിനീങ്ങളെ. ഒരുപാട് മക്കളെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യും. അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, ഹജ്ജിനൊക്കെ പോകാൻ വേണ്ടി ദുആ ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു തവണയെങ്കിലും എന്ന് ദുആ ചെയ്യും. അങ്ങനെ വേണ്ട, ഒരുപാട് തവണ ഹജ്ജും ഉംറയും ചെയ്യാൻ പടച്ചവനോട് ചോദിക്കുക. പിന്നെയോ വീടും സ്ഥലവും പറമ്പും ഒക്കെ വേണം, ഒരു കൊച്ചു കൂരയിലെങ്കിലും ഒന്ന് കയറിയിരിക്കാൻ. എന്തിനങ്ങനെ ചോദിക്കുന്നു? അല്ലാഹുവേ, നല്ല മനോഹരമായ വീട് തരണമെന്ന് ചോദിച്ചുകൂടെ? നമ്മൾ വണ്ടിയൊക്കെ ചോദിക്കുമ്പോൾ ഒരു സ്വിഫ്റ്റ് ചോദിക്കേണ്ട, വലിയൊരു ഫെറാരി തന്നെ ചോദിച്ചോളൂ. എന്തേ? അള്ളാഹുവിൻ്റെ കയ്യിൽ ഇഷ്ടം പോലില്ലേ? നമ്മൾ എന്തിനാ എപ്പോഴും ചെറുത് ചോദിക്കുന്നത്? എത്ര കൊടുത്താലും അള്ളാഹുവിൻ്റെ ഖജനാവ് ചീരൂല എന്നല്ലേ? അതുകൊണ്ട് ചെറുത് ചോദിക്കണ്ട, നന്നായി ചോദിക്ക്. 10 സെന്റൊന്നും വേണ്ട, ഒരു ഏക്കർ തന്നെ ചോദിക്ക്. പടച്ചോൻ തരൂലേ? പടച്ചോന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഇല്ലേ? അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് ഒരുപാട് ചോദിക്കുക. അള്ളാഹുവിന് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ചോദിക്കുന്ന ആളുകളെ അള്ളാഹുവിന് പെരുത്തിഷ്ടമാണെന്നാണ്. ചോദിക്കുമ്പോൾ മറുപടി നൽകാതിരിക്കാനും അള്ളാഹുവിന് ലജ്ജയാണ്. അതുകൊണ്ട് ആ റബ്ബ് മറുപടി നൽകാത്തത് ഒരൽപ്പം ചില വിഭാഗങ്ങൾക്കാണ്. അവരിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്വഭാവം ഒന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. അതൊന്ന് കുടുംബബന്ധം പിണങ്ങി നിൽക്കുന്നവരാണ്, കുടുംബബന്ധം തെറ്റി നിൽക്കുന്നവർ, ചൊടിച്ചു നിൽക്കുന്നവർ, അയൽവാസികളോട്, ചങ്ങാതിമാരോട്, കുടുംബക്കാര്, ഇങ്ങനെ ആരോടെങ്കിലും പിണങ്ങിയിട്ടോ തെറ്റിയിട്ടോ മിണ്ടാതെ നിൽക്കുന്നവർ, ഖിയാമത്ത് നാൾ വരെ
സുജൂദിൽ കിടന്ന് ദുആ ചെയ്താലും അവന്റെ ഒരു പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിക്കൂല എന്നാണ്. അതേപോലെ ഹറാം ഭക്ഷിക്കുന്നവർ, ഹറാമായ വസ്ത്രം ധരിക്കുന്നവർ, ഹറാമായ വീട്ടിൽ ജീവിക്കുന്നവർ, ഇവരുടെ ദുആവും ഒരിക്കലും അല്ലാഹു സ്വീകരിക്കൂല എന്നാണ്. അതുകൊണ്ട് ഹറാമിൽ നിന്ന് വിട്ടുമാറി കുടുംബങ്ങളിലോ മറ്റോ പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി, പിന്നെ ചോദിക്കുമ്പോൾ ഒരിക്കലും മറ്റൊരാളെ നശിപ്പിക്കാനും തകർക്കാനും ചോദിക്കരുത്, നല്ലത് മാത്രം ചോദിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തന്ന് വളരെ സന്തോഷത്തോടുകൂടി ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ 3 വിഭാഗം ആളുകളാണ് ഖിയാമത്ത് നാളോടുകൂടി ഉണ്ടാവുന്നത്. അതിലൊന്ന് ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന, വലതുപക്ഷം, രണ്ടാമത്തേത് ഇടതുപക്ഷം, മൂന്നാമത്തേത് വസ്സാബിഖൂന അസ്സാബിഖൂൻ, അല്ലാഹുവിന്റെ സ്വന്തക്കാരായ ഒന്നാമന്മാരാണവർ, അല്ലാഹുവിലേക്ക് മത്സരിക്കുന്നവരാണവർ. എന്താണ് അവരുടെ പ്രത്യേകത? ഉലൈകൽ മുഖറബൂൻ, അവർ അല്ലാഹുവിന്റെ സ്വന്തക്കാരാണ്. ഉലൈകൽ മുഖറബൂൻ, അവർ അല്ലാഹുവിന്റെ സ്വന്തക്കാരാണ്. ഈ സാബിഖൂനിൽ പെടാൻ വേണ്ടി ദുആ ചെയ്യുക. അവർ അല്ലാഹുവിന്റെ സ്വന്തക്കാരാണ്. അവരാരൊക്കെയാണ്? സുല്ലത്തും മിനൽ അവ്വലി, അവർക്കുള്ള പ്രത്യേകത ഫീ ജന്നാത്തിൻ നഈം, സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ കൂടെയാണവർ. സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ കൂടെയാണവർ. അവർ ആരൊക്കെയാണ്? സുല്ലത്തും മിനൽ അവ്വലീൻ, മുമ്പ് കഴിഞ്ഞു പോയവരിൽ നിന്നൊരു വിഭാഗം, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമുദായത്തിൽ നിന്ന് വലിയൊരു വിഭാഗം, മുൻകഴിഞ്ഞു പോയ അവസാനക്കാരിൽ നിന്ന് വളരെ ചുരുങ്ങിയ ഒരു വിഭാഗം. പ്രബലമായ അഭിപ്രായ പ്രകാരം അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിൽ നിന്ന് 1-ാം നൂറ്റാണ്ടിൽ നിന്ന് വലിയ വിഭാഗം, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ആദ്യത്തെ 3 നൂറ്റാണ്ടിലെ വലിയൊരു വിഭാഗം. അതിനുശേഷമുള്ളവരിൽ നിന്ന്, അഥവാ ഒരു ഹിജ്റ 400-ന് ശേഷമുള്ളവരിൽ നിന്ന് വളരെ ചുരുങ്ങിയ വിഭാഗം. അല്ലാഹുവേ, അവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഖലീലും മിനൽ ആഖിരീൻ, അവസാനക്കാരിൽ നിന്ന് വളരെ കുറച്ചു പേർ. എന്നിട്ട് അല്ലാഹു പറയാണ്, അവർക്ക് അല്ലാഹു നൽകുന്ന പ്രത്യേകത അലാ സുറുറിൻ മൗലൂന, വളരെ മനോഹരമായ കട്ടിലുകൾ, വളരെ മനോഹരമായ സ്വർണ്ണ നൂലുകൾ കൊണ്ട് നിർമ്മിച്ച, കിടന്നാൽ വളരെ സൗമ്യമായ മിനുസമുള്ള കട്ടിലുകളാണ് അല്ലാഹുവിற்கு വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ, അവരതിൽ ചാരിയിരുന്നു കൊണ്ട് പരസ്പരം സംസാരിക്കുന്നവരായിരിക്കും. സ്വർഗത്തിലെ പ്രധാനപ്പെട്ട എന്റർടൈൻമെന്റ് ബടായി വിടുക എന്നുള്ളതാണ്, അല്ലേ? നല്ല രസമുള്ള സമയം. ഈ വയസ്സന്മാരായ ആളുകൾക്കൊക്കെ അറിയാം. ഇവരൊക്കെ വൈകുന്നേരം അസർ നിസ്കാരം കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരുമിച്ച് കൂടി ഇങ്ങനെ ബടായി വിടും. ബടായി മീൻസ് ഒരു രസകരമായിട്ടുള്ള സംസാരങ്ങൾ. ചങ്ങാതിമാർ കുറച്ച് ആളുകൾ കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ 1 മണിക്കൂർ 2 മണിക്കൂർ പോകുന്നതേ അറിയില്ല. ഒരുപാട് വർഷത്തിന് ശേഷം ചങ്ങാതിമാരൊക്കെ ഒന്ന് വീണ്ടും മീറ്റ് ചെയ്താൽ രാത്രി ഇങ്ങനെ ഇരുന്ന് രാവിലെ 4 മണി വരെ സംസാരിച്ചാൽ അവർക്ക് സമയം പോകുന്നത് അറിയില്ല. കുടുംബക്കാരങ്ങനെ, പെങ്ങള്, സഹോദരങ്ങളൊക്കെ ഒരുപാട് വർഷത്തിന് ശേഷം ഒരുമിച്ച് കൂടിയാൽ വീട്ടിലിങ്ങനെ സംസാരിച്ച് സുബഹി വരെ സംസാരിക്കും. അപ്പൊ ഇങ്ങനെ പരസ്പരം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് ആണത്, അതൊരു രസമാണ്. സ്വർഗത്തിലെ പ്രധാനപ്പെട്ട ഹോബി ഇതാണ്. ഇങ്ങനെ ബടായി വിടുക, എല്ലാവരും മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇങ്ങനെ സംസാരിച്ച് സ്വറ പറഞ്ഞിരിക്കുക. അല്ലാഹു പറയുന്നു, അവർ ഈ മനോഹരമായ സ്വർണ്ണ കട്ടിലുകളിലിരുന്ന് മുത്തഖീൻ, അതിൽ ചാരിയിരുന്നു കൊണ്ട് മുഖത്തോട് മുഖം ചേർത്ത് അഭിമുഖമായിരുന്നു കൊണ്ട് പരസ്പരം സംസാരിച്ചിരിക്കുമെന്നാണ്. അവരിലേക്ക് യതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂൻ, എപ്പോഴും ഒരേ പ്രായമുള്ള ചെറിയ കുട്ടികൾ അവരിലേക്ക് വളരെ സന്തോഷത്തോടെ വളരെ മനോഹരമായ കോപ്പകളും കൂജകളുമായിട്ട് കടന്നു വരുമെന്നാണ്, പാനീയങ്ങളുമായി. അപ്പൊ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോ നമ്മുടെ വീട്ടിലേക്കൊക്കെ അല്ലെങ്കിൽ ചില മാളുകളിൽ, ചില എയർപോർട്ടുകളിലൊക്കെ പോകുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേക വേഷക്കാരായ ആളുകളൊക്കെ നിർത്തുന്നത് പോലെ നല്ല യൂണിഫോം, നല്ല ഒരേ സമപ്രായക്കാർ, കാണാൻ നല്ല സുന്ദരനും സുമുഖരുമായ, കാണുമ്പോൾ തന്നെ ഓമനത്വം തോന്നുന്ന പിഞ്ചോമന മക്കൾ,
അവർ നല്ല മനോഹരമായ കോപ്പകളും പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വേണം. എന്താ വേണ്ടത്? വ്യത്യസ്തമായ വിഭിന്നമായ പാനീയങ്ങളുമായി നിങ്ങളുടെ അടുത്തേക്ക് വരും. വേണ്ടതെടുക്കാം, കുടിക്കാം. കുട്ടികളോട് കാരുണ്യമില്ലാത്ത ലോകത്തില്ലല്ലോ. ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ പറയാതിരിക്കലാ നല്ലത്, അല്ലേ? മക്കൾക്ക് ഉമ്മയോട്, നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്, ഒരു ഉമ്മയ്ക്ക് മക്കളോടാണ് ഏറ്റവും കൂടുതൽ കാരുണ്യം ഉണ്ടാവാൻ. പക്ഷെ അതൊക്കെ ഇന്ന് കാറ്റിൽ പറത്തുന്ന സംഭവങ്ങളാണ് പത്രങ്ങളിലൂടെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും കാമുകന്മാർക്ക് വേണ്ടിയിട്ട് മക്കളെ വിഷം കൊടുത്തു കൊല്ലാൻ മടിക്കാത്ത ഉമ്മമാരുള്ള കാലാണ്. സ്വന്തം കാമുകനാണ് സ്വന്തം താൻ ജനിപ്പിച്ച മകനെ തറയിലേക്ക് തലയിട്ടടിച്ചു കൊന്നു. അതൊക്കെ നമ്മളിപ്പോൾ പത്രത്തിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയല്ലേ? എങ്ങനെ ഒരു ഉമ്മയ്ക്ക് ഇത് കഴിയും? ഉമ്മ അല്ലാത്തത് കൊണ്ടാണോ? കാരുണ്യം എന്ന് പറയുന്നത് അള്ളാഹു ഉയർത്തിക്കളഞ്ഞു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. ഏറ്റവും വലിയ കാരുണ്യം പാല് നൽകുന്ന ഉമ്മയ്ക്ക് മക്കളോടാണ്. എന്നാൽ കാരുണ്യം അവസാന കാലഘട്ടത്തിൽ അള്ളാഹു ഉയർത്തുമെന്ന് പറഞ്ഞതിൻ്റെ അടയാളമാണ് സ്വന്തം ഉമ്മ കാമുകന് വേണ്ടി മക്കളെ വിഷം കൊടുത്തു കൊല്ല. സംഭവിച്ചിട്ടില്ലേ? ഇനി വേറൊന്ന്, കൂടെ ജോലി ചെയ്യുന്ന ഒരു കാമുകനോട് സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ, തനിക്ക് ജനിച്ച പിഞ്ചു പൈതലിനെ കൊന്നിട്ട് വീഡിയോ എടുത്ത് അയച്ചു തരാൻ പറഞ്ഞ ചില ഉമ്മമാരുള്ള കാലല്ല. ഞാൻ പേര് പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചതാണ്. എന്ത്? ഭർത്താവിനെ കൊല്ലുന്ന വീഡിയോ, സ്വന്തം മകളെ കൊല്ലുന്ന വീഡിയോ എടുത്തിട്ട് അയക്കാൻ പറഞ്ഞ ഒരു പെണ്ണ്, ഒരു ആണ്. ഇതൊക്കെ ഓർക്കുമ്പോൾ എന്ത് പറ്റി നമ്മുടെ മാതൃത്വത്തിന് എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോഴാണ് ഈ ഹദീസ് ഓർമ്മ വരുന്നത്. അവസാന കാലഘട്ടമാകുമ്പോൾ റഹ്മത്തിനെ അള്ളാഹു ഉയർത്തും, കാരുണ്യത്തെ ഉയർത്തും. അപ്പോൾ ആദ്യമായി കാരുണ്യം ഉയർത്തിയത് സ്വന്തം മാതാവിൽ നിന്നാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിപ്പോവാറുണ്ട്. പണ്ടത്തെ ഉമ്മമാർ അവർ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അവരെന്ത് ചെയ്യും? മക്കൾക്ക് കൊടുക്കും, ത്യാഗം ചെയ്തിട്ട്. ഇന്നത്തെ ഉമ്മമാർ നേരെ വിപരീതമാണ്. മക്കൾ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇവർക്കാ വേണ്ടത്. ഞാൻ തമാശ പറയുന്നില്ല, ഞാൻ പറയുന്നത് വെരി ട്രൂത്താണ്, വളരെ യാഥാർത്ഥ്യമാണ്. ഈ ഉമ്മമാർക്കൊക്കെ അറിയാതെ എന്തെങ്കിലും സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മക്കൾ തിന്നു തീർക്കുമ്പോൾ അവർക്ക് പേടിയാണ്. പണ്ടത്തെ ഉമ്മമാരൊക്കെ ഞാൻ തിന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, മക്കൾ തിന്നട്ടെന്ന് വിചാരിക്കുക. ഇത് അവരുടെ കയ്യിൽ നിന്ന് പറ്റി, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി സ്വന്തമായി തിന്നുന്ന ഉമ്മമാരുള്ള കാലാണ്. തമാശ ഒന്നുമല്ല. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതൊക്കെ നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മതി, ഇത്തരം വിഷയങ്ങളൊക്കെ. അപ്പൊ കാരുണ്യം എന്ന് പറയുന്നത് ഉമ്മമാരുടെ ഹൃദയത്തിൽ നിന്ന് പോലും അള്ളാഹു എടുത്തു കളഞ്ഞു എന്നത് നമ്മൾക്ക് നൽകുന്ന സൂചന, അപായ സൂചനയാണ്. അഥവാ ഖിയാമത്ത് നാൾ അടുത്തു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണത്. ഉമ്മമാർക്കൊക്കെ അറിയാം, എത്രയോ സംഭവങ്ങൾ ഇങ്ങനെ പറയാനുണ്ട്. കാമുകന്മാർക്ക് വേണ്ടി സ്വന്തം മക്കളെ വിളിച്ചറിയുന്ന ഉപ്പയുടെയും ഉമ്മയുടെയും കഥകൾ അള്ളാഹു നമ്മുടെ സമുദായത്തെ കാക്കട്ടെ. അപ്പൊ ഞാൻ എൻ്റെ വിഷയങ്ങൾ നീട്ടിക്കൊണ്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല, സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് ഈ പിഞ്ചു മക്കൾ വരുന്നത്? വളരെ മനോഹരമായ കോപ്പകളും കൂജകളുമായി, വ്യത്യസ്തമായ വിഭിന്നമായ പാനീയങ്ങളുമായി കടന്നു വരും. ആ പാനീയം കുടിച്ചാൽ അവിടെ തല കറക്കമുണ്ടാവൂല, ലഹരി ഉണ്ടാവൂല. ഇന്നത്തെ മദ്യങ്ങൾ, ഇന്നത്തെ ലഹരി, ഇന്ന് ചില ആളുകൾ അത് ഉപയോഗിച്ചാൽ അവർക്ക് തലകറക്കം ഉണ്ടാകുന്നുണ്ട്. അതേപോലെ നാലുകാലിൽ നടക്കേണ്ട ദയനീയമായ അവസ്ഥയുണ്ടാവുന്നുണ്ട്. അവരുടെ ബുദ്ധി നഷ്ടപ്പെടുന്നുണ്ട്, അവരുടെ തലച്ചോറിനത് പ്രയാസമുണ്ടാക്കുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിലെ പാനീയങ്ങൾ അങ്ങനെയല്ല. കുടിച്ചാൽ അത് തീരൂല, കുടിച്ചാൽ അവർക്ക് ക്ഷീണമുണ്ടാക്കുകയില്ല, തലകറക്കമുണ്ടാക്കുകയില്ല, അവർക്ക് ആവേശമാണ് ഉണ്ടാക്കുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അത് കൊണ്ടുവരുന്നത് ഓമനത്വം തുളുമ്പുന്ന പിഞ്ചോമന മക്കളാണ്. സ്വർഗത്തിൽ ഇനി മക്കളില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കണ്ട. എല്ലാവരും നല്ല ചുറുചുറുപ്പുള്ള യുവാക്കളായിട്ടാണ് സ്വർഗത്തിലേക്ക് പോവുക. 33 കാരികൾ. അപ്പൊ എല്ലാവരും 33കാരായാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സുഖം എന്ന് പറഞ്ഞാൽ മക്കളെ ലാളിക്കലാണ്. അത് ഉപ്പമാർക്കറിയില്ല, ഉപ്പാപ്പമാർക്കറിയും. ഉപ്പമാർക്ക് മക്കളെ ലാളിക്കാൻ സമയം കിട്ടാറില്ല, ബിസിനസിന്റെയും കച്ചവടത്തിന്റെയും തിരക്കില്. പിന്നെ അവർ റിട്ടയർഡായി 50-60 വയസ്സ് മക്കൾ അധ്വാനിക്കാൻ തുടങ്ങി, മക്കളെ കല്യാണം കഴിഞ്ഞു. മക്കൾക്ക് കുട്ടി ഉണ്ടാകുമ്പോഴാണ് മക്കളോടുള്ള യഥാർത്ഥ സ്നേഹം ഉപ്പാപ്പന്മാരാ പ്രകടിപ്പിക്കുക. കാരണം അവർ ഒഴിവ് സമയമാണ്, അപ്പോൾ അവരതെങ്ങനെ ആസ്വദിക്കും. ഞാൻ വിചാരിക്കാറുണ്ട്, എല്ലാ ആളുകൾക്കും ഒരു 50-55 വയസ്സാകുമ്പോൾ ഒരു ചെറിയ കുഞ്ഞിന് അള്ളാഹു കൊടുക്കണമെന്ന്. കാരണം എന്തേ? അവരുടെ പ്രായാധിക്യമുള്ള സമയത്ത് പ്രായപൂർത്തിയെത്തിയ മക്കളൊന്നും മെയിൻറ്റെയിൻ ചെയ്യൂല. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഉപ്പയ്ക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ, 65 വയസ്സ് കഴിഞ്ഞാൽ 25-30 വയസ്സുള്ള മക്കൾ മെയിൻറ്റെയിൻ ചെയ്യില്ല. അവർക്ക് അവരുടെ തിരക്കായി. പിന്നെ ആ സമയത്ത് അള്ളാഹു ഒരു ചെറിയൊരു കുഞ്ഞിനെ കൊടുത്താൽ ഈ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നല്ല ടൈം പാസ് ആയിരിക്കും.
അല്ലെ? ഒരു 60-70 വയസ്സ് വരെ ജീവിച്ചാലും ആ കുഞ്ഞിന് 10 വയസ്സേ ആവുള്ളൂ. അപ്പൊ ഈ കുഞ്ഞു ഉപ്പയുടെ കൂടെ ഉണ്ടാവും, കളിക്കാനും ചിരിക്കാനും തമാശയിൽ പങ്കുചേരാനും വിഷമത്തിൽ പങ്കുചേരാനും നല്ലൊരു എന്റർടൈൻമെന്റ് ആയി കുഞ്ഞുണ്ടാകും. അതുകൊണ്ട് എല്ലാവർക്കും 60 വയസ്സാകുമ്പോഴേക്കും ഒരു കുഞ്ഞിനെ പഠിച്ചം കൊടുക്കണമെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം വയസ്സായ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും മക്കളെ കാണാൻ പല വീട്ടിൽ അവസരം ഉണ്ടാവാറില്ല. കല്യാണം കഴിയുന്നു, ഗൾഫിലേക്ക് ഭാര്യയും കൂട്ടി പോകുന്നു, വീണ്ടും കല്യാണം കഴിയുന്നു, ഗൾഫിലേക്ക് ഭാര്യയും കൂട്ടി പോകുന്നു. വീട്ടിൽ ആ വയസ്സായ ഉമ്മയും ഉപ്പയും തന്തയും തള്ളയും ഒറ്റയ്ക്ക് വീണ്ടും ജീവിതത്തിന്റെ ആ അവസാന സമയങ്ങൾ ആരുമില്ലാതെ ഏകാന്തരായി ഒറ്റപ്പെട്ട് തള്ളി നിൽക്കുന്ന വളരെ ദയനീയമായ അവസ്ഥ പല വീടുകളിലും കാണാറുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമല്ലേ? ഉപ്പമാർ എത്ര വിഷമത്തോടെയാണ് ഇത്തരം സംഭവങ്ങളൊക്കെ എത്ര വിഷമത്തോടെയാണ് തള്ളി നിൽക്കുന്നത്. മിണ്ടാൻ ആളില്ല, ടൈം പാസിന് ആളില്ല, സമയം ചെലവഴിക്കാൻ ആളില്ല. മക്കളൊക്കെ ആണെങ്കിൽ എല്ലാവരും ഗൾഫിലാണ്, സമ്പത്തുണ്ട്, വലിയ വീടുണ്ട്, പക്ഷേ ഒന്ന് സംസാരിച്ചിരിക്കാൻ ആളുകളില്ലാത്ത ഗതികേട് പല വീടുകളിലുമുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണം, അതിനൊക്കെ ഒരു പരിഹാരം വേണം. വൃദ്ധരായ നമ്മുടെ മാതാപിതാക്കൾക്ക് ടൈം പാസിനും അവരുടെ കൂടെ സമയം ചെലവഴിക്കാനൊക്കെ നമ്മൾക്ക് കഴിയണം. ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവർക്കും മക്കളോട് എന്തെന്നില്ലാത്തൊരു സ്നേഹമുണ്ടാകും. അത് സ്വർഗത്തിൽ നഷ്ടപ്പെട്ട പിന്നെ സ്വർഗത്തിന്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ട് അല്ലാഹു അവിടെ മക്കളെയും നൽകി. ഏതാ മക്കൾ? ചെറുപ്രായത്തിൽ മരിച്ചു പോകുന്ന ആളുകളെ, കുഞ്ഞു പ്രായത്തിൽ മരിച്ചു പോകുന്ന ആളുകളെ എല്ലാവർക്കും മക്കളെ ഓമനിക്കാനും ലാളിക്കാനും വേണ്ടി അള്ളാഹു ചെറിയ കുഞ്ഞുങ്ങളായി അവിടെ അള്ളാഹു സൃഷ്ടിക്കുമെന്നാണ്. അള്ളാഹു സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ അവർക്ക് നൽകുന്ന പാനീയങ്ങളാണ്. പിന്നെയോ ഇഷ്ടാനുസരണം തെരഞ്ഞെടുക്കാൻ അവർക്ക് അല്ലാഹു തആല വ്യത്യസ്തമായ പഴങ്ങൾ നൽകുമെന്നാണ് പറഞ്ഞത്. ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാൻ, അതെടുക്കരുത് ഇതെടുക്കരുത് എന്ന് പറയുന്നില്ല. നല്ല വില ആപ്പിള് 200 അതേപോലെ തന്നെ വ്യത്യസ്തമായ നല്ല വിലയുള്ള ഫ്രൂട്ട്സുകളുണ്ട്. എങ്ങനെയാണ് വാങ്ങുക? ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സ് വാങ്ങണമെന്നുണ്ട്. ഒന്ന് നിർത്തി റോഡ് സൈഡിൽ കാണുമ്പോൾ അതിന്റെ ഭംഗി കണ്ട് നിർത്താൻ വിചാരിച്ചു. പക്ഷേ വില 250-300. ഒന്ന് റംബൂട്ടാൻ ഒന്ന് കഴിക്കണമെന്നുണ്ട്. കഴിക്കാൻ പേഴ്സിൽ നിന്ന് 200-300 എടുക്കുമ്പോൾ ഒന്ന് കൈ പൊള്ളാൻ. എന്ന സ്വർഗത്തിൽ എങ്ങനെയല്ല, അത് ആർക്ക് വേണമെങ്കിലും സുലഭമായി സുഭിക്ഷമായി ഏത് പഴവും കഴിക്കുക. ഇന്ന് നല്ല വിലപിടിപ്പുള്ള പഴങ്ങൾ മുതലാളിമാർക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. എന്ന സ്വർഗത്തിൽ എല്ലാവർക്കും സുഭിക്ഷമായി ഇഷ്ടമുള്ളത് ആസ്വദിക്കാമെന്നാണ് അല്ലാഹു പറയുന്നത്. വളരെ മനോഹരമായ പക്ഷികളുടെ മാംസങ്ങളാണ് അല്ലാഹു അവിടെ നൽകുന്നത്. പക്ഷിയുടെ മാംസങ്ങൾ, ബീഫും മട്ടനൊക്കെ ഒരുപാട് കേട്ടതല്ലേ? അത് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ഡിഫറൻസാ ഫീൽ ചെയ്യുക? എന്ത് മാറ്റമാ ഫീൽ ചെയ്യുക? അവിടെ ബീഫുണ്ട്, അവിടെ മട്ടനുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ വിപരീതമായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പക്ഷികളുടെ മാംസങ്ങൾ, അത് ഇവിടുത്തെ വലിയ വലിയ രാജാക്കന്മാർക്ക് മാത്രം വേട്ടയാടി പിടിക്കാൻ പറ്റുന്ന മാംസമാണ്. എന്നാൽ അവിടെ എത്തിയാലോ നിങ്ങൾക്ക് അങ്ങനെ ഒരു രാജാവ് ഫക്കീർ എന്ന വ്യത്യാസമില്ല. ഏത് പക്ഷി വേണമെങ്കിലും ഒന്നതിനെ കാണുമ്പോൾ ഒന്ന് മനസ്സിൽ കൊതിച്ചാൽ ഒരു ഫ്രൈ ആയി, ഷവായായി, അൽഫാമായി, ഗ്രില്ലായി എങ്ങനെ വേണം അത് നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് നിങ്ങളത് കഴിച്ചു കഴിയുമ്പോഴേക്കും വീണ്ടും അതൊരു പക്ഷിയായി പറന്നു പോകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഇവിടെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് മാംസത്തെക്കാളും മുമ്പ് അള്ളാഹു പഴത്തെ പറഞ്ഞത്? നമ്മളൊക്കെ ആദ്യം ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം വെക്കുക, നല്ല ബിരിയാണി, ടയർ പത്തിരി, നൈസ് പത്തിരി, അതുപോലെ പുട്ട്, അതുപോലെ ദോശ, ഇങ്ങനെയൊക്കെ നമ്മൾ വെക്കും. ഇതൊക്കെ കഴിച്ച് വേറൊക്കെ നിറഞ്ഞതിന് ശേഷം ഏമ്പക്കം വിട്ടതിന് ശേഷമാണ് അവിടെ ഫ്രൂട്ട്സ്, ബത്തക്ക, അതുപോലെ ആപ്പിള്, മുന്തിരിയൊക്കെ വെച്ചു കൊടുക്കുക. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെയല്ല. ആദ്യം പഴം കഴിക്കും, പിന്നെ ആ മാംസം കഴിക്കാൻ. അതിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ മുഫസ്സിരിങ്ങൾ പറഞ്ഞത്, ഇവിടെ ജനങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് വിശപ്പകറ്റാൻ വേണ്ടിയിട്ടാണ്, പട്ടിണി അകറ്റാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുക. വേറെ നിറഞ്ഞ ഒരാൾ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നന്നായി വീട്ടിൽ നിന്ന് വേറെ നിറച്ച് പുറത്തിറങ്ങി. അപ്പൊ നിങ്ങളുടെ സുഹൃത്ത് ഒന്ന് വീട്ടിൽ പോയി വരാമെന്ന് പറഞ്ഞ് നിങ്ങളെ ക്ഷണിച്ചു. അവന്റെ വീടിന്റെ ടേബിളിൽ മട്ടൻ ബിരിയാണിയുണ്ട്, മന്തിയുണ്ട്, അതേപോലെ നല്ല മനോഹരമായ വ്യത്യസ്തമായ ഫ്രൂട്ട്സുകൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഏതാ കഴിക്കുക? മട്ടൻ ബിരിയാണി കഴിക്കോ? ഇല്ല, നിങ്ങളുടെ വേറെ നിറയെ കഴിച്ചു വന്നതാണ്. കഴിക്കാൻ കഴിയില്ല, ഛർദി തോന്നും. വേറെ നിറഞ്ഞാൽ പിന്നെ കഴിക്കാൻ ഛർദി പിടിക്കും, ഛർദി തോന്നും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു എന്റർടൈൻമെന്റ് ആയി അവിടെയുള്ള ഫ്രൂട്ട്സ് കഴിക്കും. അപ്പൊ സ്വർഗത്തിൽ വിശപ്പില്ല, ആർക്കും വിശപ്പില്ല, ഒരാൾക്കും അവിടെ ദാഹമില്ല. അപ്പൊ അവിടുത്തെ ഭക്ഷണം എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് ആണ്, ഒരു ആസ്വാദനമാണ്. ഒരു ജ്യൂസ് കുടിക്കുന്നത് പോലെ, വെറുതെ ഹോട്ടലിൽ പോയി ഒരു ഷവർമ കഴിക്കുന്നത് പോലെ, ഒരു ക്ലബ്ബ് കഴിക്കുന്നത് പോലെ,
ഒരു രസമായി, ഒരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് സ്വർഗത്തിൽ മുഴുവനും. അതുകൊണ്ടാണ് ആദ്യം പഴം പറഞ്ഞത്, പിന്നെ മാംസം പറഞ്ഞത്. അവിടെ വിശപ്പുണ്ടാവില്ല, ഭക്ഷണം ഒരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് അവിടെ കഴിക്കുന്നത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഭക്ഷണമായി, പാനീയമായി, മക്കളായി, ഭാര്യ വേണ്ടേ? വഹൂറുൻ ഐൻ, അവർക്കവിടെ വളരെ മനോഹരമായ വിശാല കണ്ണുകളുള്ള ഒരു പെണ്ണിന്റെ ഭംഗി കണ്ണിലൂടെയാണ്. ഒരു പെണ്ണ് വിശാലമായ കണ്ണുകളുള്ള വളരെ മുത്തുകളെ പോലെ, മണിമുത്തുകളെ പോലെ വളരെ വിശാലമായ കണ്ണുകളുള്ള സുന്ദരികളായ ഭാര്യമാരെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗത്തിൽ വെച്ച് നൽകുമെന്നാണ്. നമ്മൾ ഒരുപാട് വാളുകൾ കേട്ടതാണ്. ഹൂറുല്ലിങ്ങളാണോ അല്ല നമ്മുടെ ഭാര്യമാരാണോ ഏറ്റവും സൗന്ദര്യമുണ്ടാവുക എന്ന്. ഹദീസ് പറയുന്നത് നമ്മുടെ ഭാര്യമാരായിരിക്കും. ഹൂറുല്ലിങ്ങളെ കൊതിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഹൂറുല്ലിങ്ങൾ വേണമെന്ന് പറയേണ്ട ആവശ്യമില്ല. സ്വർഗീയ അപ്സരസിനേക്കാളും ഭംഗി നമ്മുടെ ഭാര്യമാർക്കായിരിക്കുമെന്നാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ബിസ്വലാത്തിഹിന്ന വസിയാമിഹിന്ന വഖിയാമിഹിന്ന, അവർ നിസ്കരിച്ച നിസ്കാരം പോലെ, അവരുടെ നോമ്പ് കാരണം, അവരുടെ ഇബാദത്ത് കാരണം, അവരുടെ ദിക്ർ കാരണം, അവരുടെ ഖിയാമുൽ ലൈൽ കാരണം ഇവിടുത്തെ സ്ത്രീകളായിരിക്കും ഹൂറുൽ ഐങ്ങളെക്കാളും ഭംഗി എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പെണ്ണുങ്ങളെ ഒരുപാട് നേരം അടുക്കളയിൽ പോയി ചായ കൊണ്ടാ, ജ്യൂസ് കൊണ്ടാ, മട്ടൻ ബിരിയാണി കൊണ്ടാന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെത്തുമ്പോൾ ചൊറുക്കുണ്ടാവില്ല. അവരെ നന്നായിട്ട് നിസ്കരിപ്പിക്കുക, നന്നായി ഭക്ഷണമൊക്കെ കുറച്ച് മതി മോളെ, ഈ ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, നന്നായിട്ട് ഖുർആൻ ഓദിക്കോ, നന്നായിട്ട് നിസ്കരിച്ചോ, നന്നായിട്ട് നോമ്പെടുത്തോ, നന്നായിട്ട് ദിക്ർ ചൊല്ലിക്കോ. ഇനി അലക്കാനും ഇതന്നെ പണി, കിച്ചണിൽ 24 മണിക്കൂറും കിച്ചണിലാണ്. ആ പെണ്ണിനൊന്ന് നിസ്കാര കുപ്പായം ധരിക്കാൻ സമയമില്ല, ആ പെണ്ണിനൊന്ന് ഖുർആൻ ഓതാൻ സമയമില്ല, ദിക്ർ ചൊല്ലാൻ സമയമില്ല. എന്തേ? നമ്മൾക്ക് സുഭിക്ഷമായ വിഭിന്നമായ ഭക്ഷണങ്ങൾ 3 നേരം ഉണ്ടാക്കി തരണം. അപ്പൊ സ്വർഗത്തിലെത്തുമ്പോൾ സൗന്ദര്യം കുറയും. അതുകൊണ്ട് ബിസ്വലാത്തിഹിന്ന, നന്നായി നിസ്കരിക്കാൻ നമ്മുടെ ഭാര്യമാരെ പ്രോത്സാഹിപ്പിക്കുക, നന്നായി നോമ്പെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്നവർ അതിനനുസരിച്ച് അവരുടെ സൗന്ദര്യം വർദ്ധിക്കും. അപ്പൊ ഹൂറുൽ ഐങ്ങളെക്കാളും ഭംഗി നമ്മുടെ ഭാര്യമാർക്കായിരിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹൂറുൻ ഐൻ കഅംസാലിൽ ലുഉലുൽ മക്നൂൻ, വളരെ സുന്ദരികളായ വിശാല കണ്ണുകളുള്ള, മണിമുത്തുകളെ പോലെ കണ്ണുകളുള്ള നല്ല ഇണകളെ അല്ലാഹു അവർക്ക് നാളെ നൽകുമെന്നാണ്. എന്തിനാണ് ഇത് നൽകുന്നത്? ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള നന്ദിയായിട്ടാണ്, അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള നന്ദി സൂചകമായിട്ടാണ് അല്ലാഹു നൽകുന്നത്. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അമലിന് പ്രത്യുപകാരമായിട്ടല്ല, നിങ്ങൾ ചെയ്ത അമലിന് പ്രത്യുപകാരമായിട്ടല്ല. കാരണം അമല് കൊണ്ട് ഒരാളും രക്ഷപ്പെടൂല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അമല് കൊണ്ട് ഒരാളും രക്ഷപ്പെടൂല. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവിടെ അവരുടെ അമലുകൾ കാരണമായിട്ടല്ല, അവര് അമല് ചെയ്തു, അതിനൊരു നന്ദി അല്ലാഹു ഒരു നന്ദി ഒരു സൂചകമായിട്ട് നിങ്ങൾക്ക് നൽകുകയാണ്. പക്ഷേ നിങ്ങളുടെ അമലുകൾക്കുള്ള പ്രതിഫലമല്ല അത്, മനസ്സിലായോ? അമലുകൾക്കുള്ള പ്രതിഫലമാണെങ്കിൽ സ്വർഗത്തിലെത്താൻ നമ്മൾക്ക് കഴിയില്ല. അത് ദുനിയാവിൽ തന്നെ അല്ലാഹു തരുന്നുണ്ട്. ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, ഒരാളും അയാളുടെ അമല് കൊണ്ട് നാളെ സ്വർഗത്തിലെത്തൂല എന്ന്. അമല് കൊണ്ട് ഒരാളും നാളെ സ്വർഗത്തിലെത്തൂല എന്ന്. അപ്പോഴാണ് മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിച്ചത്, വലാ അൻത യാ റസൂലല്ലാഹ്, നബിയേ നിങ്ങളും നാളെ നിങ്ങളുടെ അമല് കൊണ്ട് സ്വർഗത്തിലെത്തില്ലയോ നബിയേ? വലാ അന, ഞാനും എത്തൂല, അമല് കൊണ്ട് ഞാനും സ്വർഗത്തിലെത്തൂല. പിന്നെ എങ്ങനെ സ്വർഗത്തിലെത്തുന്നത്? നബി തങ്ങൾ പറഞ്ഞു, ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി, അല്ലാഹുവിന്റെ കാരുണ്യം, അല്ലാഹുവിന്റെ ഫളല് എനിക്ക് കിട്ടിയാലല്ലാതെ, അല്ലാഹുവിന്റെ കാരുണ്യം എനിക്ക് ലഭിച്ചാലല്ലാതെ ഞാൻ നാളെ രക്ഷപ്പെടൂല. എന്റെ അമലുകൾ സ്വർഗം കിട്ടാൻ മാത്രമില്ല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. മനസ്സിലായോ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ബനു ഇസ്രായേലിലെ ഒരാൾ പറഞ്ഞു, 500 വർഷക്കാലം നിരന്തരമായി ഇബാദത്ത് ചെയ്ത ഒരാളാണ് അയാൾ. അല്ലാഹു തആല ആഖിറത്തിൽ മരിച്ചതിന് ശേഷം പുനർജനിപ്പിച്ചിട്ട് അയാളോട് ചോദിച്ചു, നീ രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അയാൾ പറഞ്ഞു, എന്തേ ഞാൻ രക്ഷപ്പെടാത്തത്? വളരെ സിമ്പിളായി ഞാൻ രക്ഷപ്പെടുമെന്ന് അയാൾ പറഞ്ഞു. അപ്പൊ അല്ലാഹു ചോദിക്കുന്ന രംഗം നബി തങ്ങൾ പറയുന്നുണ്ട്, നീ എന്തുകൊണ്ട് രക്ഷപ്പെടും? എങ്ങനെ രക്ഷപ്പെടും? നിന്റെ അമല് കൊണ്ടാണോ അല്ല എന്റെ ഫضല് കൊണ്ടാണോ? അയാൾ പറഞ്ഞു, എന്റെ അമല് മതിയല്ലോ.
500 വർഷക്കാലം ഒരു തെറ്റും ചെയ്യാതെ ഞാൻ സുജൂദിൽ കിടന്നു, അതുപോലെ ഞാൻ എന്റെ അമൽ കൊണ്ട് തന്നെ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അള്ളാഹുവിനത് ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹു അവന്റെ 500 വർഷത്തെ ഇബാദത്ത് ഒരു തുലാസിലിട്ടു. അവൻ അള്ളാഹു നൽകിയ നിഅമത്ത്, കൈ, ശ്വാസോച്ഛ്വാസം, കിഡ്നി, ലിവർ, കണ്ണ്, ചെവി, നാവ്, വെള്ളം, എല്ലാം നിഅമത്താണ്. അതിലൊന്നും എല്ലാം എടുത്തില്ല. അതിൽ ഒന്നേ ഒന്ന് അവന്റെ കണ്ണിന് നൽകിയ നിഅമത്ത്. ചെവി എടുത്തില്ല, നാവ് എടുത്തില്ല, ശ്വാസോച്ഛ്വാസം എടുത്തില്ല, ഒന്നും എടുത്തില്ല. കണ്ണിന്റെ നിഅമത്ത് മാത്രം എടുത്തൊരു തുലാസിലിട്ടു. കണ്ണിന്റെ നിഅമത്തിനാണ് ഭാരം കൂടിയത്. അവന്റെ 500 വർഷത്തെ ഇബാദത്ത് ഇങ്ങനെയായി. പിന്നെ ചെവിയും കാലും കൈയും മനസ്സും ഭക്ഷണവും ഇതൊക്കെ എവിടെ വെക്കും? അള്ളാഹു പറഞ്ഞു, പോയിക്കോ നരകത്തിലേക്ക്, നരകത്തിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞു അയാളെ. മലക്കുകൾ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, യാ അല്ലാഹ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി റബ്ബേ, ഞാൻ എന്റെ അമല് കൊണ്ടല്ല രക്ഷപ്പെടുന്നത്, എന്റെ അമലുകൾ ഒന്നിനും പകരമല്ല, നിന്റെ ഫള് കൊണ്ടാണ്. അപ്പോഴേക്കും അള്ളാഹു തിരിച്ചു വിളിച്ചു, അദ്ദേഹത്തിന് സ്വർഗം നൽകി എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അമല് കൊണ്ട് ഒരാളും രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. അള്ളാഹുവിന്റെ ഫളും അള്ളാഹുവിന്റെ റഹ്മത്തും വേണം. ആ റഹ്മത്ത് കിട്ടണമെങ്കിൽ അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ, കാരുണ്യവാന്മാരായ ആളുകൾക്ക് മാത്രമേ അള്ളാഹു കരുണ ചെയ്യുള്ളൂ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. മനസ്സിൽ വലിയ കുറുമ്പ് പിടിച്ച പരുക്കൻ സ്വഭാവക്കാരായ ആളുകൾ വലിയ ഇബാദത്തൊക്കെ ചെയ്ത് ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നത് അഹങ്കാരമാണ്. അങ്ങനെ വിചാരിക്കുന്നത് അവരങ്ങനെ വിചാരിക്കുന്നത് തന്നെ വലിയ ഒരു തെറ്റാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആത്മവിശ്വാസം എന്ന് പറയില്ലേ, ഓരോ ആളുകൾ അവരവരുടെ അമല് കൊണ്ട് രക്ഷപ്പെടുമെന്ന് പറയുന്നത്. പക്ഷേ വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ആരും നമ്മുടെ അമല് കൊണ്ട് രക്ഷപ്പെടൂല. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയാലേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. റഹ്മത്ത് കിട്ടണമെങ്കിൽ സൽസ്വഭാവക്കാരായി നമ്മൾ മാറുകയും വേണം. അള്ളാഹു നമ്മുടെ സ്വഭാവത്തെ നന്നാക്കി തരട്ടെ. അവരവർ ചെയ്ത അമലുകൾക്ക് പ്രതിഫലമായിട്ടല്ല, അവർക്ക് നന്ദിയായിട്ടല്ല, അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട്, അള്ളാഹു കാരണത്താലല്ല, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു കാരണമായി അള്ളാഹു നൽകുകയാണ്. ഇവിടെ ബാ എന്നുള്ളത് സബബിയ എന്നാണ് മഹാന്മാര് പറഞ്ഞത്. ഈ ബാ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പകരമായി നൽകുന്നതല്ല, കാരണമായി നൽകുകയാണ്. ഇവളല്ല, സബബാണ് എന്ന് മഹാന്മാര് പറയുന്നുണ്ട്. അപ്പൊ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ നിഅമത്ത് ഒരുപാട് തന്നിട്ടുണ്ട്. അതിനുള്ള നന്ദി സൂചകമായിട്ടാണ് നമ്മൾ ഇവിടെ ശുക്ർ ചെയ്യുന്നതെല്ലാം. ആ ഒരു അള്ളാഹുവിന്റെ ഫദ്ല് മഹ്ശറയിൽ കിട്ടണമെങ്കിൽ ഇവിടെ കഴിവിന്റെ പരമാവധി കാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളും സാമൂഹിക സേവനങ്ങളും സാമ്പത്തികമായ സഹായങ്ങളും ശാരീരികമായ സഹായങ്ങളും നമ്മൾ ചെയ്യണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ, അവിടെ അപശബ്ദങ്ങൾ ഉണ്ടാവൂല, അവിടെ ആരും തർക്കിക്കൂല, അവിടെ ആർക്കും ആരോടും അസൂയ തോന്നൂല. ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, അവിടെ എല്ലാവരും പറയുന്നത് അസ്സലാമു അലൈക്കും എന്ന വാക്ക് മാത്രമാണ്. ആർക്കും ആരോടും പകയില്ല. ഇവിടെ 3 ആളുകൾ കൂടിയാൽ സംസാരിക്കുന്നത് മറ്റൊരാളെ കുറിച്ചായിരിക്കും, അല്ലെ? നമ്മൾ 3 ആള് കൂടിയാൽ നിങ്ങൾ സംസാരിക്കുക വേറൊരാളോട് കുറ്റായിരിക്കും. 2 ആള് കൂടിയാലും സംസാരിക്കുന്നത് മറ്റൊരാളുടെ വിഷയമായിരിക്കും. നമ്മൾക്ക് എല്ലാവരോടും എന്തെങ്കിലുമായിട്ടൊരു പക, ഒരു പുച്ഛം, ഒരു അവഗണന, ഇതൊന്നും സ്വർഗത്തിലില്ല. എല്ലാവരോടും ബഹുമാനാണ്, എല്ലാവരോടും സ്നേഹമാണ്, എല്ലാവരുടെയും വളർച്ച ആഗ്രഹിക്കാൻ. ആർക്കും ആരോടും പകയും വിദ്വേഷവും പിണക്കവും ഒന്നുമില്ല. ലാ ഫീഹാ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. അല്ലാഹു തആല അവിടെ നല്ല വാക്കുകളല്ലാതെ വേറെ ഒന്നും അവിടെ ഉണ്ടാവൂല സ്വർഗത്തിൽ. ഇതൊക്കെയാണ് ഉന്നത സ്ഥാനക്കാരായ ആളുകൾക്ക് നൽകുന്നത്. അപ്പോ ഇവിടെ മഹാന്മാര് പറയുന്നുണ്ട്, നമ്മൾക്ക് സ്വർഗത്തിൽ അല്ലാഹു ഈ സ്ഥാനങ്ങളൊക്കെ നൽകണമെങ്കിൽ സ്വർഗത്തിന്റെ സ്വഭാവം നമ്മളും ഇവിടെ ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത്. സ്വർഗത്തിന്റെ സ്വഭാവം നമ്മളും ഇവിടെ ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത്. അഥവാ
സ്വർഗക്കാർക്കിടയിൽ പരസ്പരം സ്നേഹവും അതുപോലെ തന്നെ ആശ്വാസവാക്കുകളും മാത്രമേ പറയുള്ളൂ. അതേ സ്വഭാവം ഇവിടെ നമ്മൾ കൊണ്ടു നടന്നാൽ അവരെ പോലെ സ്വർഗത്തിലെത്താൻ നമ്മൾക്ക് കഴിയുമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം ഞാൻ നിർത്തുകയാണ്. വഅസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാരുണ്ട് അവിടെ. ഫീ സിദ്രിൻ മഖ്ലൂദ്, അവർക്ക് അല്ലാഹു നല്ല തണൽ നൽകുമെന്നാണ്. വതൽഹിം മൻലൂദ്, നല്ല മനോഹരമായ വാഴക്കുലകൾ അല്ലാഹു നൽകുമെന്നാണ്. പരന്നു കിടക്കുന്ന നിഴലുകളാണ്. അതേപോലെ തന്നെ മനോഹരമായ തെളിനീർ വെള്ളം അല്ലാഹു നൽകുമെന്നാണ്. വഫാകിഹത്തിൻ കസീറ, ധാരാളം പഴങ്ങളുണ്ട്. ആ പഴങ്ങളെല്ലാം മഖ്തൂഅത്തിൻ വലാ മംനൂഅ, ഒരിക്കലും തീരുകയില്ല, അതിന് സീസണില്ല. വഫുറുഷിൻ മർഫൂഅ, ഉന്നതമായ മെത്തകൾ, ബെഡ്ഷീറ്റുകൾ, ഉന്നതമായ ബെഡുകൾ അവർക്കുണ്ട്. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ, അവർക്ക് ഞാൻ നൽകുന്ന ഇണകൾക്കുള്ള പ്രത്യേകത. ഫജഅൽനാഹുന്ന അബ്കാറ, അവരെന്നും കന്യകകളായിരിക്കുമെന്നാണ് പറയുന്നത്. ഉറുബൻ അത്റാബ, അവർക്ക് അല്ലാഹു നൽകിയൊരു പ്രത്യേകത, ദുനിയാവിലുള്ള പെണ്ണുങ്ങൾക്കില്ലാതെ പോയൊരു സ്വഭാവം സ്വർഗത്തിനുള്ള ഭാര്യമാർക്ക് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മുടെ നാട്ടില് ഭാര്യമാർക്കില്ല. ഞാനൊരു സ്ഥലത്ത് വേദന പോയപ്പോൾ ഇങ്ങനെ ചോദിച്ചു, അഥവാ പൊതുവെ എടുത്തു പറയുന്ന, ചെയ്ത ഗുണം എടുത്തു പറയുന്നവർ സ്വർഗത്തിൽ കിടക്കൂല എന്നൊരു ഹദീസ് ഉണ്ട്. വല മന്നാൻ ലാ യദ്ഖുലുൽ ജന്ന, ഒരിക്കലും അവർ സ്വർഗത്തിൽ കിടക്കൂല. ഏകദേശം 2,000-3,000 ആളുകളുള്ള ഒരു സദസ്സാണ്. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു, ഭാര്യമാർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്ത സഹായം, അലക്കി തന്നത്, ഇസ്തിരിട്ട് തന്നത്, വീടടിച്ചു വാരിയത്, മക്കളെ നോക്കിയത്, ഭക്ഷണം ഉണ്ടാക്കിയത്, ഇതൊക്കെ എടുത്തു പറഞ്ഞിട്ട് ചെയ്ത സഹായം ഭാര്യമാർ എടുത്തു പറയാത്ത ഏതെങ്കിലും ഒരു ഭർത്താവ് ഈ സദസ്സിലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ജീവിതത്തിൽ ഭാര്യമാർ അലക്കി തന്നതും അയൺ ചെയ്ത് തന്നതും ചായ വെച്ച് തന്നതും ഭർത്താവിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ ജീവിതത്തിൽ ഒരു തവണ പോലും എടുത്തു പറയാത്ത ഏതെങ്കിലും ഒരു ഭർത്താവ് ഈ സദസ്സിലുണ്ടോ എന്ന് വെച്ചു. ഒരാൾ പോലും കൈപൊക്കിയിട്ടില്ല. ഒരാൾ പോലും കൈപൊക്കിയിട്ടില്ല. അതിൻ്റെ അർത്ഥം ഏകദേശം 3,000-3,500 കസേരകളിട്ടൊരു സദസ്സാണ്. ഒരാൾ പോലും കൈപൊക്കിയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാരുടെ ഭാര്യയും ഭർത്താവിനോട് ചെയ്ത ഗുണങ്ങൾ എടുത്തു പറഞ്ഞ് വിലപേശുന്നുണ്ട് എന്നാണ്. നിങ്ങളോട് ഞാൻ ചോദിക്കണം, ചോദിക്കുന്നില്ല. നിങ്ങളുടെ കർട്ടൻ കുറച്ച് ചെറുതാണ്, അപ്പോൾ കൈ പിടിച്ച് വീട്ടിൽ വെച്ച് നല്ല പണി തരും. ഏതാ എൻ്റെ ഭർത്താവിൻ്റെ കൈ ഏതായാലും ഭാര്യയ്ക്ക് തിരിയല്ലോ, അപ്പോൾ വീട്ടിൽ വെച്ച് പണി തരും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നില്ല. അപ്പോൾ സഹോദരിമാരോട് പറയാൻ, നിങ്ങൾ ചെയ്യുന്ന ത്യാഗം വളരെ വലുതാണ്. പക്ഷെ ദയവ് ചെയ്ത ത്യാഗം എടുത്തു പറഞ്ഞ് അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തരുത്. ഭർത്താവ് ഒരു പക്ഷേ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ തിരക്കിലൊക്കെ ഇങ്ങനെ ഒതുങ്ങുകയായിരിക്കും, സമയം കിട്ടുന്നുണ്ടാവില്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ചെയ്ത ത്യാഗം, ചെയ്ത ഒരു ഗുണം എടുത്തു പറഞ്ഞ സ്വർഗം കിട്ടൂല എന്നാണ്. അപ്പൊ ചെയ്ത ഗുണം ഇങ്ങനെ ഭർത്താവിനോട് എടുത്തു പറഞ്ഞ് ദയവ് ചെയ്ത് ഭർത്താവിന് എന്ത് ചെയ്യരുത്, വിഷമിപ്പിക്കരുത്. നിങ്ങൾക്കിത് നഷ്ടമാണ്, ചെയ്ത സർവീസ് വെറുതെ ആയി പോകും. അപ്പൊ സ്വർഗത്തിലുള്ള ഭാര്യമാരുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സ്നേഹസമ്പന്നരാണവർ, തിരിച്ച് സ്നേഹം പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നവരാണ്. നമ്മുടെ ഭാര്യമാർക്കുള്ള പ്രത്യേകത, അവർ തിരിച്ച് സ്നേഹം പ്രതീക്ഷിക്കുന്നു നമ്മളിൽ നിന്ന്. ഉമ്മയ്ക്കുള്ള പ്രത്യേകത, ഉമ്മ ഒരിക്കലും മക്കളിൽ നിന്ന് തിരിച്ച് സ്നേഹം പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ഉമ്മയും മക്കളിൽ നിന്ന് സ്നേഹം തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല, പ്രതീക്ഷിച്ചിട്ടല്ല സ്നേഹിക്കുന്നത്. ഈ മക്കൾ ഭാവിയിൽ എന്നെ നോക്കണമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരു ഉമ്മയും കുട്ടികൾക്ക് പാല് കൊടുക്കുന്നില്ല. അഥവാ ഒരു കുട്ടിയോട് പറഞ്ഞ് പോയിട്ട് പഞ്ചസാര വാങ്ങിച്ചു വാ, കുട്ടി പറഞ്ഞു എനിക്കതിൽ ഉമ്മ വേണമെങ്കിൽ പോയിക്കോ, ഉമ്മ മക്കളോട് ചോദിക്കോ, ദേഷ്യപ്പെടോ, മിണ്ടാതിരിക്കോ, പിണങ്ങോ അതിൻ്റെ പേരിൽ? ഇല്ല. എന്നൊരു ഭാര്യ ഒരു ഭർത്താവിനോട് പറയട്ടെ, നിങ്ങൾ പോയിട്ട് ഒരു പഞ്ചസാര വാങ്ങിച്ചു പോകാൻ. ഭർത്താവ് പറഞ്ഞു എനിക്ക് എല്ലാം വേണമെങ്കിൽ പോയിക്കോ. ഭാര്യ പിണങ്ങൂലേ? ദേഷ്യപ്പെടൂലേ? കയർത്ത് സംസാരിക്കൂലേ? 2 ദിവസം 3 ദിവസം പിണങ്ങി നിൽക്കൂലേ? അതാണ്. അല്ലെങ്കിൽ ഒരു ഭാര്യ പറഞ്ഞൊരു ചുരിദാർ വാങ്ങിച്ചു പോകാൻ. അപ്പോൾ ഭർത്താവ് പറഞ്ഞു എനിക്ക് കഴിഞ്ഞ മാസമല്ലേ വാങ്ങിച്ചു തന്നത്, എല്ലാ മാസവും ചുരിദാറോ? ഇത് കേൾക്കേണ്ട താമസം ഭാര്യ ഇങ്ങോട്ട് കൈമാടിക്ക് ചോദിച്ചു, നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾ ഇങ്ങനെ എത്ര അനാവശ്യമായിട്ട് ചിലവഴിക്കുന്നുണ്ട്, എനിക്കൊരു ചുരിദാർ വാങ്ങിച്ചു തരുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഭാര്യ അങ്ങോട്ട് കുറുമ്പ് കാണിച്ച് ചുടിച്ച് പിണങ്ങി 3 മാസം 3 ദിവസം മിണ്ടിയില്ല. എന്നാൽ ഉമ്മ, മോനെ എനിക്കൊരു സാരി വാങ്ങിച്ചു തരും. ഉമ്മ എനിക്കതിൽ നിങ്ങൾ വേറെ അനുജനോട് പറഞ്ഞോ, ജ്യേഷ്ഠനോട് പറഞ്ഞോ, ഞാൻ വാങ്ങിച്ചല്ലോ, എന്നെ നിങ്ങൾക്ക് അറിയില്ലേ, ഞാൻ ഭയങ്കര ടൈറ്റാണെന്ന് അറിയില്ലേ? ഉമ്മ പിണങ്ങോ? ഉമ്മ പിണങ്ങിയിട്ടുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ട്? തിരിച്ച് പ്രതീക്ഷിക്കാത്ത സ്നേഹമാണ് ഉമ്മ നൽകുന്നത്. ഭാര്യ സ്നേഹിക്കുന്നത് തിരിച്ച് പ്രതീക്ഷിച്ചിട്ടാണ്. സ്വർഗത്തിലുള്ള ഭാര്യ
ഭർത്താവിനെ തിരിച്ച് പ്രതീക്ഷിച്ചിട്ടല്ല സ്നേഹിക്കുന്നത്. ഭർത്താവ് എത്ര മോശക്കാരനായാലും ആത്മാർത്ഥമായി വിശാലമായ മനസ്സോടുകൂടി സ്നേഹിക്കുകയാണ്, പിന്നെയും പിന്നെയും സ്നേഹിക്കുകയാണ്. എന്നിട്ട് ഭർത്താവിനോട് അവർ പറയും, ഞങ്ങളിൽ നിന്നൊരു പ്രയാസവും നിങ്ങൾ അനുഭവിക്കൂല, ഞങ്ങളിൽ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് ഭാര്യമാർ വിളിച്ചു പറയുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ വലതുപക്ഷക്കാരായ ആളുകൾക്ക് അല്ലാഹു നൽകുന്ന പ്രത്യേകതകളാണ്. ഇനി മൂന്നാമത്തെ വിഭാഗം, ഇതും കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സുല്ലത്തും മിനൽ അവ്വലീന വസുല്ലത്തും മിനൽ ആഖിരീൻ. വലതുപക്ഷക്കാരായ ആളുകൾ അവര് ആദ്യ വിഭാഗത്തിൽ നിന്ന്, ആദ്യകാലത്തുള്ളവരിൽ നിന്ന് ബഹുഭൂരിഭാഗം ആളുകൾ, അവസാന കാലഘട്ടത്തിൽ നിന്ന് അഥവാ ഈ കാലഘട്ടത്തിൽ നിന്നും ബഹുഭൂരിഭാഗം ആളുകൾ. വലതുപക്ഷക്കാരിൽ ഒരുപാട് പേരുണ്ട്. നമ്മൾ ഇതിൽ പെടാനല്ല ചോദിക്കേണ്ടത്, നേരത്തെ പറഞ്ഞ ഒന്നാം വിഭാഗം അള്ളാഹു അവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. പിന്നെയോ ഇടതുപക്ഷക്കാർ. LDF-കാരുണ്ടെങ്കിൽ എന്നോട് ചോദിക്കല്ലേ, ഇത് നിങ്ങൾ ഇടതുപക്ഷം എന്നല്ല, ഇത് വേറെയാണ്. ഇടതുപക്ഷക്കാരായ ആളുകൾ അവർക്ക് അല്ലാഹു നൽകുന്നത് തീക്കാറ്റുകളാണ്. ആഖിറത്തിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ തീക്കാറ്റുകളോടെയാണ്. അതേപോലെ തന്നെ തിളച്ചു മറിയുന്ന വെള്ളമാണ് അല്ലാഹു അവർക്ക് നൽകുന്നത്, തിളച്ചു മറിയുന്ന വെള്ളം. തണുപ്പില്ലാത്ത പുക നിറഞ്ഞ ഇരുണ്ട നിഴലുകളാണ് അവർക്ക് അല്ലാഹു നൽകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ശിക്ഷ നൽകുന്നത്? ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്റഫീൻ. കാരണം ദുനിയാവിൽ മാന്യമായി ജീവിക്കാൻ പറഞ്ഞപ്പോൾ അവർ അല്ലാഹുവിനെ മറന്ന് സുഖങ്ങളിൽ, ആർഭാടങ്ങളിൽ, ആഘോഷങ്ങളിൽ, ആഭാസങ്ങളിൽ, നിഷിദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടു എന്ന കാരണത്താലാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇവർക്ക് ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ നാളെ നൽകുന്നത്. വകാനൂ യുസിറൂന എന്നാ പറഞ്ഞത്. യുസിറൂന എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ചെയ്യുക. നമ്മളൊരു തെറ്റ് ചെയ്യും മുഅ്മിനീങ്ങളെ, ഒരു തെറ്റ് ചെയ്യും, പെട്ടെന്ന് കുറ്റബോധമുണ്ടായി നമ്മൾ നന്നാവും. മനുഷ്യൻ തെറ്റ് ചെയ്യും, കുറ്റബോധമുണ്ടായി നന്നാവും. പക്ഷെ യുസിറൂന എന്ന് പറഞ്ഞാൽ അയാൾക്ക് കുറ്റബോധമില്ല. ഒരാൾ വ്യഭിചരിച്ചു എന്ന് സങ്കല്പിക്കുക, എന്തോ ഒരു അവസരത്തിൽ തെറ്റുപറ്റിപ്പോയി, പിന്നെ അയാൾക്ക് തൗബ തോന്നുന്നു, ഖേദം തോന്നി, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചാൽ മടങ്ങി, പിന്നെ അയാൾ വ്യഭിചരിച്ചിട്ടേ ഇല്ല, അയാൾക്ക് മാപ്പുണ്ട്, അയാൾക്ക് തൗബ. വ്യഭിചരിക്കാത്തവനെ പോലെയാണ് അയാൾ. എന്നാൽ നേരെ മറിച്ച് ഇവരിങ്ങനെയല്ല, ഇവർ സ്ഥിരമായി വ്യഭിചരിക്കുന്നുണ്ട്, അവർക്ക് കുറ്റബോധമില്ല. ചെയ്ത തെറ്റിന്റെ പേരിൽ കുറ്റം, അതൊരു തെറ്റാണെന്ന് അവർക്ക് തോന്നുന്നില്ല, പശ്ചാത്തപിച്ചിട്ടില്ല. ഇത്തരം ആളുകൾക്ക് അല്ലാഹു നരകം നൽകുക. മനസ്സിലാക്കണം. അപ്പൊ നിങ്ങളോടും എന്നോടൊക്കെ എനിക്ക് പറയാനുള്ളത്, തെറ്റ് വരുമ്പോ അത് നിസ്സാരമായി കാണാതെ അത് ഗൗരവത്തോടെ എടുക്കുകയും കുറ്റബോധത്തോടുകൂടി പശ്ചാത്തപിച്ച് മടങ്ങാൻ തയ്യാറായാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾക്ക് കഴിയും. ചെയ്ത തെറ്റെങ്ങനെ ബാക്കി വെക്കരുത്. അവിടെ ചെയ്ത തെറ്റ് പശ്ചാത്തപിക്കാതെ തൗബ ചെയ്യാതെ അവിടെ ബാക്കി ഉണ്ടാവാൻ പാടില്ല. ഉടനെ തന്നെ തൗബ ചെയ്ത് മടങ്ങാൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവർ സ്ഥിരമായി കൊടും പാപങ്ങളിൽ സ്ഥിരമായി ചെയ്തവരാണവർ. അവർ പറയുമായിരുന്നു, ഞങ്ങൾ മണ്ണായി മാറിയാൽ, ഞങ്ങൾ മരിച്ച് മണ്ണായി മാറിയാൽ ഞങ്ങളുടെ എല്ലുകളിൽ നിന്ന് വീണ്ടും പുനർജനിപ്പിക്കുമെന്നാണോ പറയുന്നത്? മുഹമ്മദേ, എന്തൊരു വിടലാണിത്! ഞങ്ങളൊക്കെ മരിച്ച് മണ്ണായി കഴിഞ്ഞ് ഞങ്ങളെയും ഞങ്ങളുടെ ഉപ്പമാരൊക്കെ നിങ്ങൾക്ക് രണ്ടാമത് ജീവൻ നൽകുമെന്നാണോ പറയുന്നത്? ആരോടാ ഇതൊക്കെ? എത്ര നിസ്സാരമായ ചോദ്യമാണ്. അള്ളാഹു ആദ്യം തന്നെ പറഞ്ഞില്ല, ഈ പർവ്വതത്തൊക്കെ ധൂളികളാക്കുന്ന എനിക്കിതൊക്കെ വിഷയമാണോ? ഇതൊക്കെ പടച്ചോന് വിഷയമാണോ? പർവ്വതങ്ങളെ ധൂളികൾ പൊടിപ്പടലങ്ങളാക്കുന്ന റബ്ബിന് ജനിപ്പിച്ച ഒരാളെ രണ്ടാമത് ജനിപ്പിക്കാൻ എന്താ പണി? ഒന്നുമില്ലാത്ത നിങ്ങൾക്ക് ജീവൻ നൽകി, ആ നിങ്ങൾ മരണപ്പെട്ടു, ആ നിങ്ങൾക്ക് വീണ്ടും ജീവൻ നൽകാൻ എന്താ പണി? ഒന്നുമില്ലായ്മയിൽ നിന്നല്ലേ നിങ്ങളെ സൃഷ്ടിച്ചത്? ഈ മൈക്ക് ആദ്യം കണ്ടുപിടിക്കുമ്പോഴല്ലേ പ്രയാസം? ഇത് പൊളിഞ്ഞു പോയ രണ്ടാമത് കണ്ടുപിടിക്കാൻ എന്താ പ്രയാസം ഉണ്ടോ? ഇത് രണ്ടാമത് കണ്ടുപിടിക്കാൻ എന്താ പ്രയാസം? ഒരു പ്രയാസമില്ലല്ലോ.
ആദ്യം കണ്ടുപിടിക്കാനല്ലേ? എന്തൊരു വിഡ്ഢിത്തമാണ് നിങ്ങളുടെ ചോദ്യം. വകാനൂ യഖൂലൂൻ അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബൂസൂൻ അവ ആബാഉനാ അൽ-അവ്വലൂൻ ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീന ലമജ്മൂഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം. തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ ആളുകളെയും ഞാൻ ഒരുമിച്ച് കൂട്ടുമെന്ന് നബിയെ അവരോട് പറഞ്ഞേക്കൂ. നബിയെ, സുമ്മ ഇന്നക്കും, ഓ തെമ്മാടികളായ കുറ്റവാളികളെ, സുമ്മ ഇന്നക്കും അയ്യുഹദ്ദാല്ലൂനൽ മുകദ്ദിബൂൻ, അല്ലാഹുവിനെ നിഷേധിച്ചവരെ, അല്ലാഹുവിനെ തള്ളിക്കളഞ്ഞവരെ, യുക്തിവാദം തലയിൽ കൊണ്ടു നടന്നവരെ, നിരീശ്വരവാദം കൊണ്ട് ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞവരെ, ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം, അല്ലാഹു തആല പറയാണ്, നരകത്തിൽ നിന്നുള്ള, നരകത്തിലാണ് അല്ലാഹു ഒരു മരത്തെ നട്ടു വളർത്തുന്നത്, നരകത്തിലാണ്, അതിന്റെ വേരുകൾ നരകത്തിലാണ്, അതിന്റെ തണ്ടുകൾ നരകത്താലുള്ളതാണ്. അങ്ങനെയുള്ള മരത്തിൽ നിന്ന് അല്ലാഹു നിങ്ങളെ തീറ്റിക്കുകയും നിങ്ങളുടെ കൊടൽ മാലയടക്കം പുറത്തു വന്നു പോകുന്ന രീതിയിലുള്ള ഭയാനകമായ ഭക്ഷണമാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത്. ഫമാലിഊന മിൻഹൽ ബുതൂൻ, അതിൽ നിന്നാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുക. ഫശാരിബൂന അലൈഹി മിനൽ ഹമീം, തൊണ്ടയിൽ കുരുങ്ങി ആ ഭക്ഷണം താഴാതെ വരുമ്പോൾ നിങ്ങൾ തിളച്ചുമറിയുന്ന വെള്ളം കുടിക്കും ഈ കുരുക്കൊന്നു മാറാൻ വേണ്ടി. ഫശാരിബൂന ശുർബൽ ഹീം, ദാഹിച്ചു വലയുന്ന ഒട്ടകങ്ങളെ പോലെ ഒട്ടകത്തിനൊരു അസുഖം വരും. ആ അസുഖം വന്നാൽ വെള്ളം കുടിക്കണമെന്ന് തോന്നും. അങ്ങനെ കൊണ്ടുപോയി ഏതെങ്കിലും പുഴയിൽ നിർത്തിയാൽ വെള്ളം കുടിക്കാൻ ആവശ്യത്തോടെ തല താറ്റും, പക്ഷേ കുടിക്കാൻ കഴിയില്ല. അതേപോലെയാണ് നരകാവകാശികൾ. വെള്ളം കുടിക്കണമെന്ന് തോന്നും, പക്ഷേ ഇത് ചുട്ടുപഴുത്ത് തിളച്ചുമറിയുന്ന വെള്ളമാണ്, കുടിക്കാൻ കഴിയില്ല, കുടിച്ചാൽ ദാഹം തീരില്ല. ശരീരമാസകലം ഉരുകിപ്പോകുന്ന വളരെ വേദനാജനകമായ പാനീയമാണ്. ഇതാണ് അല്ലാഹു നൽകാൻ പോകുന്നത്. ഹാദാ നുസുലുഹും യൗമദ്ദീൻ, ഇതാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തെമ്മാടികളും ധിക്കാരികളുമായ ആളുകൾക്ക് അല്ലാഹു നൽകുന്നത്. ഇതാണ് മഹ്ശറ ലോകത്ത് ഖിയാമത്ത് നാൾ സംഭവിക്കലോടുകൂടി 3 കാറ്റഗറിയായി, 3 വിഭാഗമായി ആളുകൾ മാറുമെന്ന് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഞാൻ പൂർണ്ണമായി ഇവിടെ സംസാരിച്ചിട്ടില്ല. എന്നാലും ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഓതുമ്പോൾ നിരന്തരമായി കഴിവിൻ്റെ പരമാവധി അർത്ഥം ആലോചിച്ചുകൊണ്ട് എന്നും ഓതാൻ വേണ്ടി ശ്രമിക്കുക.